മക്കളെ, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. അപ്പോൾ മിസ്സിനെ കാണാൻ പറ്റുന്നുണ്ട്, കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ചാറ്റിൽ പറയാവോ? യെസ്, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. മിസ്സിനെ കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്നുണ്ടോ? യെസ്, 7:30 ആയി. ഇതേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഇല്ല നമ്മളിത് കറക്റ്റ് ടൈമിന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കുട്ടികൾ എല്ലാവരും ഇവിടെ ഫുൾ സെറ്റായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ കാര്യം കൂടെ വേണം. നിങ്ങൾ എന്ത് ചെയ്യുക, വേഗം നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇവിടെ എത്തിയിട്ടില്ലെങ്കിൽ വേഗം ഒന്ന് ഷെയർ ചെയ്യുക. കാരണം നമ്മുടെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ അടിപൊളിയായിട്ട് ഒറ്റൊരു വൺ ഷോട്ടിൽ പഠിക്കാൻ പോവാണ്. നിങ്ങൾ ചിലപ്പോൾ ഒന്ന് ചാപ്റ്ററൊക്കെ ഒന്ന് വെറുതെ വരച്ചൊക്കെ നോക്കിയിട്ടുണ്ടാവും അല്ലേ? കുറച്ചൊരു വലിയ സ്റ്റോറിയാണ്, പക്ഷേ നമ്മളൊന്ന് ഒറ്റ വൺ ഷോട്ടിലൊന്ന് പഠിക്കും. യെസ്, നമ്മുടെ ഗ്രാനിയുടെ കൂടെ ഇങ്ങനെ പോവാണല്ലേ. യെസ്, അതാണ് നമ്മളിന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എൻ്റെ കുട്ടികളെല്ലാവരും റെഡി ആണോ അല്ലേ? നമ്മുടെ മുത്തശ്ശിമാരുടെ കൂടെയൊക്കെ നടക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരെല്ലാവരും നമ്മൾ ഇന്നൊരു സ്റ്റോറിയിലൂടെ നടക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം, നമ്മളുടെ മുത്തശ്ശിമാർക്ക് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് വേഗം ഷെയർ ചെയ്യുക, എല്ലാവരെയും കൂട്ടിക്കൊണ്ട് വരിക. ഓക്കെ, യെസ്. എൻ്റെ കുട്ടികളുടെ എല്ലാവരുടെ പേരുകൾ മിസ് കാണുന്നുണ്ട്, പക്ഷെ ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ ഓടി പോകുന്നതുകൊണ്ട് മിസ്സിന് വായിക്കാൻ പറ്റാത്തതാണ് കേട്ടോ. ടെക്സ്റ്റ് കിട്ടിയില്ല, അയ്യോടാ, കുഴപ്പമില്ല. മിസ് ഇതേ കാണിച്ചു തരാമല്ലോ. ടെക്സ്റ്റിലുള്ള എല്ലാ ഭാഗവും മിസ് കാണിച്ചു തരാം കേട്ടോ. യെസ്, മിസ് സുഖമായിരിക്കുന്നു. എൻ്റെ കുട്ടികളെല്ലാവരും അടിപൊളിയായിട്ട് സെറ്റായിട്ടിരിക്കുകയാണോ? ഓക്കെ, റെഡിയാണോ? അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് കുറേ പേർക്ക് കിട്ടിയിട്ടില്ല അല്ലേ? ഒരു കുഴപ്പമില്ല. ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ ലൈനും മിസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഫുൾ സെറ്റാക്കാം കേട്ടോ. ടെക്സ്റ്റ് കിട്ടി, അപ്പോൾ കുറച്ച് പേർക്ക് കിട്ടി, കുറച്ച് പേർക്ക് കിട്ടിയില്ല, അങ്ങനെയാണോ? ഓക്കെ, അപ്പോൾ മിസ്സിൻ്റെ പേര് അറിയാത്തവർക്ക് മിസ്സിൻ്റെ പേര് അർച്ചന എന്നാണ് കേട്ടോ. ഓക്കെ, മിസ്സിൻ്റെ പേര് അർച്ചന എന്നാണ്. നിങ്ങൾക്ക് അർച്ചന മിസ് എന്ന് വിളിക്കാം. അർച്ചന എന്നാണ് മിസ്സിൻ്റെ പേര്. ഓക്കെ, റെഡി? അയ്യോടാ, സാരഥി. ഓക്കെ, അപ്പം നമ്മൾ ലേറ്റ് ആക്കാതെ നമുക്ക് വേഗം നമ്മുടെ ചാപ്റ്ററിലേക്ക് തുടങ്ങിയാലോ? ഓക്കെ, അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുൻപ് ഇതിൽ ആരൊക്കെയാണ് നമ്മളുടെ ശക്തി ബാച്ചിലുള്ള ആൾക്കാരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ നോക്കട്ടെ. ഇതിൽ ആരൊക്കെയാണ് നമ്മുടെ ശക്തി ബാച്ചിലുള്ള മക്കൾ? ആരൊക്കെയുണ്ട് നമ്മുടെ ശക്തി ബാച്ചിൽ? ശക്തി ബാച്ചിലെ ക്ലാസ്സുകളൊക്കെ കണ്ട് പഠിക്കുന്നവരാരൊക്കെയാണ് ഉള്ളത്? ഉണ്ടോ? ഒന്ന് കൈപൊക്കിക്കേ മിസ്, ഒന്ന് നോക്കട്ടെ. ശക്തി ബാച്ചിൻ്റെ ആ ഒരു പവർ, ആ ഒരു ശക്തി നമുക്കിവിടെ കാണണം. ആഹാ, കുറേ കൈകളുണ്ടല്ലോ, അടിപൊളി. അങ്ങനെ ശക്തി ബാച്ചിലുള്ളവരാണെങ്കിൽ ഓൾറെഡി ഈ ചാപ്റ്ററൊക്കെ നിങ്ങൾ ചിലപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇതൊരു റിവിഷൻ കൂടി ആയിരിക്കും അല്ലേ? അപ്പോൾ എൻ്റെ മക്കൾക്ക് ആർക്കെങ്കിലും ഇവിടെ ഇരിക്കുന്ന ബാച്ചിൽ ഇല്ലാത്ത മക്കൾക്ക് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ മക്കളെ കംപ്ലീറ്റ് ലൈവ് ക്ലാസ്സുകളിലൂടെയൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് നോട്ട്സും വർക്ക്ഷീറ്റും എക്സാംസും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. ഓക്കെ, നമ്മുടെ ഫീസ് വരുന്നത് 1 ഇയർ ഫീസ് വരുന്നത് 2,999 ആണ്. അപ്പോൾ എൻ്റെ മക്കൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. റെഡി? അങ്ങനെയാണെങ്കിൽ ഇതാണ് നമ്മുടെ യൂണിറ്റിൻ്റെ പേര്. ഓക്കെ, നമ്മുടെ ഈ ഒരു യൂണിറ്റിൽ നമുക്ക് മെയിനായിട്ട് 3 ചാപ്റ്റേഴ്സാണ്. പക്ഷെ ഒരു അടിപൊളി യൂണിറ്റാണിത്. കാരണം എന്താ, യൂണിറ്റിൻ്റെ പേരെന്നെ നോക്കിക്കേ, ബോണ്ട്സ് ഓഫ് ലൈഫ്. അപ്പം നിങ്ങൾ സാധാരണ ഈ ബോണ്ടൊക്കെ എവിടെയാണ് പഠിക്കുക? നമ്മൾ കെമിസ്ട്രിയിലൊക്കെ കുറേ ബോണ്ടുകളൊക്കെ പഠിക്കാറുണ്ടല്ലേ? പക്ഷേ ഈ ബോണ്ട് എന്ന് പറഞ്ഞാൽ ലൈഫിൻ്റെ ബോണ്ടാണ്. അതായത് നമുക്ക് നമ്മളുടെ പേരൻസ് ആയിട്ടല്ലേ, നമ്മുടെ പാരൻസ് ആയിട്ടുണ്ടാവും, നമ്മുടെ അച്ചച്ചന്മാരായിട്ട്, അച്ചമ്മയായിട്ട്, ഗ്രാൻഡ് പാരൻസ് ഒക്കെ ആയിട്ട് നമുക്ക് പല ബോണ്ട് ഉണ്ടാവും അല്ലേ? അപ്പം അങ്ങനെ നമ്മുടെ ലൈഫിലുള്ള കുറേ ബന്ധങ്ങളെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഈ ഒരു യൂണിറ്റിൽ പഠിക്കുന്നത്. അതിൽ ഫസ്റ്റ് നമ്മുടെ ഗ്രാൻഡ് മദറിൻ്റെ കൂടെയുള്ള ഒരു റിലേഷൻ, അവരുടെ ഗ്രാൻഡ് മദറിൻ്റെ കൂടെയുള്ള ഒരു ബന്ധമാണ്. പിന്നെ ദ 7 ഏജസ് ഓഫ് മാൻ എന്ന് പറഞ്ഞിട്ട് വില്യം ഷേക്സ്പിയറിൻ്റെ ഒരു കഥയുണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ. ആൻഡ് ലിറ്റിൽ തിങ്സ് മാറ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ APJ അബ്ദുൽ കലാമിൻ്റെ എല്ലാം വലിയ വലിയ ആൾക്കാരുടെ സ്റ്റോറീസും കഥകളൊക്കെയാണ് നിങ്ങൾക്ക് ഈ യൂണിറ്റിൽ പഠിക്കാനുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ നമ്മുടെ യൂണിറ്റ് ഏതാണ് അല്ലേ? ആദ്യത്തെ നമ്മുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ലോങ് വാക്ക് വിത്ത് ഗ്രാനി എന്ന് പറയുന്ന യൂണിറ്റാണ്. അപ്പോൾ ഇത് മിസ്സിൻ്റെ അമ്മമ്മയാണ്. ഓക്കെ, മിസ്സിനിപ്പം നിങ്ങൾ ഈ ചാപ്റ്റർ എടുക്കാൻ വേണ്ടി നോക്കിയപ്പം എനിക്ക് ആദ്യം ഓർമ്മ വന്നത് എൻ്റെ അമ്മമ്മേനെയാണ്. പ്രത്യേകിച്ച് ഈ ലൈൻസ് എന്താ പറയണേ, ഹാവ് യു എവർ സ്പെൻഡ് സം ടൈം വിത്ത് യുവർ ഗ്രാൻഡ് പാരൻസ്? നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെയൊക്കെ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെയൊക്കെ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്യാറുണ്ടോ? ഉണ്ടോ?
ഇത് മിസ്സിൻ്റെ അമ്മയുടെ അമ്മയാണ്. അപ്പം ഞാൻ കുഞ്ഞായിരുന്നപ്പം മുതൽ എൻ്റെ അമ്മമ്മയായിരുന്നു നോക്കിയത്. കാരണം മിസ്സിൻ്റെ അനിയത്തിയും ഏകദേശം അടുത്തടുത്താണ്, 1 വയസ്സിന് ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ എൻ്റെ അനിയത്തി ഉണ്ടായിരുന്ന സമയത്ത് 2 കുട്ടികൾ ഒരുമിച്ച് നോക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ മിസ്സിൻ്റെ അമ്മമ്മയുടെ അടുത്തായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര കണക്ഷനാണ് എൻ്റെ അമ്മമ്മയായിട്ട്. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാൾ കൂടിയാണ് എൻ്റെ അമ്മമ്മ. അപ്പോൾ അതേപോലെ നിങ്ങൾക്കും ഉണ്ടാവില്ലേ അല്ലേ? യെസ്, മിസ്സിൻ്റെ ഫേവറേറ്റ് ഇമോജി ചോക്ലേറ്റ് ആണ്. മിസ്സിന് ഭയങ്കര ഫേവറേറ്റ് ആണ് ചോക്ലേറ്റ്. അപ്പം മിസ്സിന് പൊതുവേ നിങ്ങൾ ചിലപ്പം 7th അല്ലേ എൻ്റെ മക്കളുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. അച്ചോടാ, നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് അല്ലേ? നിങ്ങൾക്ക് 7th ക്ലാസ് എടുക്കാൻ ഞാൻ ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ടാണ്. അപ്പോൾ മിസ്സിന് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുണ്ടാവില്ല അല്ലേ? ഞാൻ 8ാം ക്ലാസ്സിൽ ഞാൻ എടുത്തിട്ടുണ്ടല്ലോ എന്നുള്ളൊരു ഓർമ്മയിലായിരുന്നു. ഓക്കെ, അപ്പോൾ മിസ്സിൻ്റെ പേര് അർച്ചന എന്നാണ് കേട്ടോ. അപ്പോൾ സാധാരണ മിസ്സ് ബയോളജിയാണ് എടുക്കുക, പക്ഷേ നിങ്ങൾക്ക് മിസ് ഇംഗ്ലീഷ് എടുക്കും. ഓക്കെ, അയ്യോടാ എന്തൊരു സ്നേഹമുള്ള മക്കളാ. ഫുൾ ചോക്ലേറ്റ്സ് ഒക്കെ ആണല്ലോ നമ്മുടെ ചാറ്റിൽ ഇങ്ങനെ പറന്ന് കളിക്കണേ. നിങ്ങൾ ഇത്ര സ്നേഹമുള്ള മക്കളായിരുന്നോ? അയ്യോ, ഫുൾ റെഡായല്ലോ മക്കളെ. ഇത് കളർ സോസ് ഒന്ന് മാറ്റിക്കളയാം. ഓക്കെ, മാജിക്. ഇത്ര സ്നേഹമുള്ള കുട്ടികളെ എനിക്ക് കഴിഞ്ഞ വർഷം കാണാൻ പറ്റിയില്ലല്ലോ. ഓക്കെ, എന്തായാലും ഇംഗ്ലീഷ് എടുക്കാനായാലും എൻ്റെ കുട്ടികളുടെ അടുത്ത് വരാൻ പറ്റിയല്ലോ, അത് മതി. ഇനിയിപ്പോൾ നിങ്ങൾ 9ാം ക്ലാസ്സിൽ എത്തുമ്പോൾ മിസ് ഉണ്ടാവും ബയോളജി എടുക്കാൻ. പിന്നെ 10ാം ക്ലാസ്സിൽ, +1, +2 ഒക്കെ നമുക്ക് കാണാം. ഇപ്പം നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ഈ ചാപ്റ്ററിലേക്ക് പോയാലോ? യെസ്. അപ്പോൾ അമ്മമ്മമാരെ ഇഷ്ടമുള്ളവരെല്ലാവരും, അല്ലെങ്കിൽ അമ്മുമ്മമാർ, മുത്തശ്ശിമാർ, ഉമ്മുമ്മമാർ എല്ലാം ഇഷ്ടമുള്ളവരെല്ലാവരും നമ്മുടെ ചാറ്റിൽ നമ്മുടെ അമ്മമ്മമാർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് കുറച്ച് ഹാർട്ട് ഇമോജീസ് ഒക്കെ ഇടാം അല്ലേ? ഓക്കെ, അപ്പം അമ്മമ്മമാരെന്ന് പറയുമ്പം നിങ്ങളുടെ മനസ്സിൽ ആദ്യം എന്താ വരുന്നത്? അമ്മമ്മേനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ അതാ. എന്താ ചോദിച്ചിരിക്കുന്നത് നോക്കിക്കേ. ഹാവ് യു എവർ സ്പെൻഡ് സം ടൈം വിത്ത് യുവർ ഗ്രാൻഡ് പാരൻസ്? നിങ്ങൾ നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടോ? വാട്ട് ഇസ് ഓർ വാസ് യുവർ ഫേവറേറ്റ് ആക്ടിവിറ്റി വിത്ത് ദം? യെസ്സും വാസും കൊടുക്കാൻ കാരണം ചിലപ്പോൾ അവർ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്നുള്ള രീതിയിലാണ് വാസ് കൊടുത്തത് കേട്ടോ. അപ്പം നിങ്ങൾ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആക്ടിവിറ്റി എന്താ? സ്റ്റോറീസ് ആണല്ലേ, ഫുഡാണ്. പിന്നെന്താണ്? ഫുഡാണ്, സ്റ്റോറിയാണ്, കഥ പറയും. പിന്നെയോ മെയിനായിട്ട് എല്ലാവരും സ്റ്റോറി, പ്ലേ ടൈം. വെരി ഗുഡ്. യെസ്, സ്റ്റോറിയാണ് കൂടുതൽ അല്ലേ. പിന്നെ ടോക്കിംഗ്. അമ്മമ്മമാരുടെ സംസാരം കേൾക്കാൻ ഒരു പ്രത്യേക രസമായിരിക്കും അല്ലേ. പ്രത്യേകിച്ച് അവരവരുടെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ പറഞ്ഞു തരുമ്പോൾ നമുക്കതൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കേട്ടിരിക്കുമ്പോൾ നമുക്കിങ്ങനെ പുതിയ തോന്നും അല്ലേ. എനിക്ക് എൻ്റെ അമ്മമ്മ എപ്പോഴും പറഞ്ഞിരുന്ന കഥയൊക്കെ ഉണ്ടായിരുന്നു. ഒരു ആട്ടിൻകുട്ടിയുടെ ഒക്കെ ഒരു കഥ എപ്പോഴും പറഞ്ഞിരുന്ന കഥയത്. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ മുതലേ കേൾക്കാൻ തുടങ്ങിയൊരു കഥയാണ് ആട്ടിൻകുട്ടിയുടെ കഥ. അപ്പോൾ എനിക്ക് എൻ്റെ അമ്മമ്മയുടെ കൂടെയുള്ള ഫേവറേറ്റ് മൊമെൻ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോറി ടൈം തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ അമ്മമ്മയുടെ പോലത്തെ വേറൊരു അമ്മമ്മയുടെ കഥയാണ്. ലെറ്റ്സ് ജോയിൻ എ ഗ്രാൻഡ് സൺ ആൻഡ് ഗ്രാൻഡ് മദർ ഓൺ ദിയർ ജേർണി. അപ്പോൾ ഒരു അമ്മമ്മയും അമ്മമ്മയുടെ പേരക്കുട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മകൻ്റെ മകൻ അല്ലെ മകളുടെ മകൻ, ഓക്കെ, അവരുടെ കൂടെയുള്ള ഒരു യാത്രയാണ്. ആൻഡ് എക്സ്പ്ലോർ ദ ബ്യൂട്ടി ഓഫ് ദ ലാൻഡ്സ്കേപ്പ് ആൻഡ് ദ വാംത്ത് ഓഫ് ദിയർ റിലേഷൻഷിപ്പ്. അപ്പോൾ അവരുടെ ഒരു യാത്രയാണല്ലോ. അപ്പോൾ അവർ പോകുന്ന വഴിയിലുള്ള ആ ഒരു കാഴ്ചകളും അവരുടെ തമ്മിലുള്ള ആ റിലേഷൻഷിപ്പും അതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. റെഡി ആണെങ്കിൽ നമ്മുടെ ചാറ്റ് ഒന്ന് കത്തിച്ചുകൊണ്ട് എൻ്റെ കുട്ടികൾ എല്ലാവരും ഓക്കെ നമുക്ക് ആ ഒരു യെസ് മിസ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള ആ ഒരു എനർജി തരാമോ? യെസ്, ഡൺ. ഓക്കെ, അപ്പോൾ നോക്കിക്കേ മക്കളെ, എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി ബൈ റസ്കിൻ ബോണ്ടിൻ്റെ ഒരു സ്റ്റോറിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം അല്ലേ, നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു അമ്മമ്മയുണ്ട്, പിന്നെ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു പേരക്കുട്ടിയുണ്ട്. അവരുടെ 2 പേരുടെയും ഒരു സ്റ്റോറിയാണ്. അപ്പോൾ ആദ്യം നോക്കിക്കേ. Granny could hear the distant roar of the river and smell the pine needles, okay, and feel the presence of her grandson Mani. എന്താ പറയുന്നത്? ആദ്യം തന്നെ ഗ്രാനീനെ കുറിച്ച് പറഞ്ഞിട്ടാണല്ലേ. ഗ്രാനി എന്ന് പറഞ്ഞാൽ മുത്തശ്ശീനെ കുറിച്ച് പറഞ്ഞാണ് തുടങ്ങുന്നത്. ഗ്രാനി കുഡ് ഹിയർ ദ ഡിസ്റ്റന്റ് റോർ എന്ന് പറയുമ്പോൾ അലർച്ചയാണ്. അപ്പോൾ ഡിസ്റ്റന്റ് റോർ എന്ന് പറഞ്ഞാൽ ദൂരെയുള്ള അലർച്ച. ഗ്രാനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ പുഴയുടെ ദൂരെ നിന്നുള്ള പുഴയുടെ ആ ഒരു അലർച്ച എന്ന് പറഞ്ഞാൽ പുഴ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ അലറില്ല. പുഴ ഇങ്ങനെ വന്നിങ്ങനെ വീഴില്ലേ, ആ റിവറിൻ്റെ ആ ഒരു ശബ്ദം,
അതെന്ത് ചെയ്യാം, ഗ്രാനിക്ക് ദൂരെ നിന്ന് പോലും കേൾക്കാം. ആൻഡ് സ്മെൽ ദ പൈൻ നീഡിൽസ് എന്ന് പറഞ്ഞാൽ ഇതാണ് പൈൻ മരം. അപ്പോൾ പൈൻ മരത്തിൻ്റെ ലീവ്സ് കണ്ടോ, ഇങ്ങനെ നീഡിൽ പോലെയുള്ള ലീവ്സാണ്. അപ്പോൾ ഈ നീഡിൽസിൻ്റെ സ്മെല്ല് വരെ ഗ്രാനിക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ആൻഡ് ഫീൽ ദ പ്രസൻസ് ഓഫ് ഹർ ഗ്രാൻഡ് സൺ മണി. അപ്പോൾ ഗ്രാനിയുടെ ഗ്രാൻഡ് സണ്ണിൻ്റെ പേരെന്താ, പേരക്കുട്ടിയുടെ പേര് നോട്ട് ചെയ്ത് വെക്കണേ. ഇനി ഈ പേര് നമ്മൾ കുറേ കേൾക്കും, മണി. അപ്പോൾ ഗ്രാനിക്ക് സൗണ്ട് കേൾക്കാം, സ്മെല്ല് ചെയ്യാം, ഫീല് ചെയ്യാം, ഗ്രാൻഡ് സൺ മണീനെ ഫീല് ചെയ്യാം. പക്ഷേ she couldn't see the river or the trees. She could only make out Mani's frizzy hair and sometimes his blackberry eyes and the gleam of his teeth when he smiled. എന്ന് വെച്ചാൽ എന്താണ്, മണീനെ കാണാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആ റിവറിനെ കാണാൻ പറ്റുന്നില്ല, ട്രീസിനെ കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്രാനിയുടെ ഐസൈറ്റ് ഭയങ്കര പുവറാണ്, കാഴ്ച കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷെ നല്ല സ്മെല്ലെടുക്കാനുള്ള കഴിവുണ്ട്, തൊട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, ചെവിക്കൊന്നും ഒരു കുഴപ്പമില്ല, പക്ഷേ കാഴ്ചശക്തി കുറച്ചിങ്ങനെ കുറഞ്ഞു വരികയാണ്. പിന്നെ എന്താ പറയുന്നത്, ഷീ കുഡ് ഓൺലി മേക്ക് ഔട്ട് മണീസ് ഫസി ഹെയർ. ഫസി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പരപരപ്പനായിട്ടുള്ള റഫായിട്ടുള്ള ഹെയറിനെയാണ് ഫസി ഹെയർ എന്ന് പറയുന്നത്. നമ്മൾ പറയില്ലേ ഫ്രിസി ഹെയർ എന്നൊക്കെ പറയില്ലേ, അതേപോലെ. അപ്പോൾ മണിയുടെ ആ ഒരു ഹെയർ ജസ്റ്റ് തൊട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കാനും കാണാനും ഒക്കെ പറ്റുന്നുണ്ട്. ആൻഡ് സംടൈം ഹിസ് ബ്ലാക്ക്ബെറി ഐസ്. ഇതാണ് മക്കളെ ബ്ലാക്ക്ബെറി, നല്ല കറുത്തുരുണ്ട് കിടക്കുന്നില്ലേ. അപ്പം മണിയുടെ കണ്ണുകളെ എന്തുപോലെയാണെന്നാ പറയുന്നത്, ബ്ലാക്ക്ബെറി പോലെയുള്ള മണീൻ്റെ കണ്ണുകളും. ആൻഡ് മണി ചിരിക്കുന്ന സമയത്ത് ആൻഡ് ദ ഗ്ലീം ഓഫ് ഹിസ് ടീത്ത്. ഗ്ലീം എന്ന് പറഞ്ഞാൽ തിളക്കം. അപ്പം മണി ചിരിക്കുമ്പോൾ അവൻ്റെ പല്ലിൻ്റെ ആ തിളക്കമൊക്കെ ചില സമയത്ത് കാണാൻ പറ്റുന്നുണ്ട്. അല്ലാതെ ഭയങ്കര വലിയ കാഴ്ചശക്തി ആർക്കില്ല, നമ്മുടെ ഗ്രാനിക്കില്ല. ഇത്രയും ക്ലിയർ ആണോ? ഓരോന്നായിട്ട് നമുക്ക് ക്ലിയർ ചെയ്ത് പോകാം. ഇത്രയും കാര്യങ്ങൾ എൻ്റെ മക്കൾക്ക് ക്ലിയർ ആണോ? അപ്പോൾ ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നത് എന്താണ്, ഗ്രാനിക്ക് ചെവിക്ക് നല്ല കേൾവിശക്തി ഉണ്ട്, നല്ല സ്മെല്ലെടുക്കാനുള്ള കഴിവുണ്ട്, തൊട്ട് മനസ്സിലാക്കാൻ പറ്റും, പക്ഷേ കാഴ്ചശക്തി കുറവാണ്. ഏകദേശം മണീൻ്റെ മുടിയൊക്കെ ഇങ്ങനെ തൊട്ടൊക്കെ മനസ്സിലാക്കും. അവൻ്റെ ബ്ലാക്ക്ബെറീസ് പോലെയുള്ള കണ്ണ് കണ്ടാൽ അറിയാം. പിന്നെ അവൻ ചിരിക്കുന്ന സമയത്ത് ആ പല്ലിൻ്റെ ക്ലിങ് എന്ന് പറഞ്ഞാൽ തിളക്കവും അറിയാൻ പറ്റുന്നുണ്ട്. ഓക്കെ, യെസ്. ഇനി നോക്കിക്കേ, ഗ്രാനി വോർ എ പെയർ ഓഫ് ഓൾഡ് ഗ്ലാസ്സസ്. ഗ്രാനിക്ക് കാണാൻ പറ്റാത്തതിന് വേറൊരു കാരണം കൂടി ഉണ്ട്. ഗ്രാനീൻ്റെ കണ്ണട എന്താ, പഴയ കണ്ണടയാണ്. ഓക്കെ, ഇതെന്താന്ന് വെച്ചാൽ ഷീ ഹാഡ് ബീൻ എന്നാണ് കേട്ടോ. ഷീ ഹാഡ് ആണിത്. ഷീ ഹാഡ് ബീൻ വെയറിങ് ദം ഫോർ വെൽ ഓവർ 10 years. 10 വർഷത്തിലും കൂടുതലായിട്ട് ഒരേ കണ്ണടയാണ് ധരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വെക്കാൻ പാടുണ്ടോ? നമ്മൾ കണ്ണടയുടെ പവർ മാറുന്ന ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്ത് ചെയ്യണം, നമ്മൾ കണ്ണ് ഷോപ്പിൽ അല്ലെങ്കിൽ കണ്ണ് ഡോക്ടറെ അടുത്ത് പോയിട്ട് കാണിച്ചിട്ട് കണ്ണിൻ്റെ പവർ മാറിയിട്ടുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അതിനനുസരിച്ച് നമ്മൾ സ്പെക്സ് ഒക്കെ മാറ്റണം. പക്ഷേ ഗ്രാനി അതൊന്നും ചെയ്തിട്ടില്ല. ഗ്രാനി 10 വർഷമായിട്ട് സെയിം കണ്ണട ആണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, 10 വർഷത്തിലും കൂടുതലായി. ഹെർ ഐസ് ഹാഡ് ഗ്രോൺ സ്റ്റെഡിലി വീക്കർ. ഐസൈറ്റ് എന്താണ്, ഇങ്ങനെ വീക്കായി കൊണ്ടേ വരികയാണ്. ഓക്കെ, ആൻഡ് ദ ഗ്ലാസസ് വെയർ നൗ സ്ക്രാച്ച്ഡ് ആൻഡ് സ്പോട്ടഡ്. എന്ന് വെച്ചാൽ ഗ്ലാസ്സിൽ ഇടയ്ക്കിടയ്ക്ക് പൊട്ടലും കുത്തുകുത്തൊക്കെ വന്നിട്ടുണ്ട് അല്ലേ. നമ്മൾ കുഞ്ഞു മക്കളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഫോണിലൊക്കെ നിറയെ സ്ക്രാച്ചും കുത്തുകുത്തൊക്കെ വരും. കാരണം അവരെടുത്ത് എറിഞ്ഞിട്ടും നിലത്തിട്ട് ഉരച്ചിട്ടൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതേപോലെ ഗ്രാനി അങ്ങനെ ചെയ്തതല്ല, പക്ഷെ കുറേ കാലമായിട്ട് വെച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ എന്താണ്, ഗ്ലാസ്സിൽ അവിടെ ഇവിടെ പൊട്ട് വീണിട്ടുണ്ട്, ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ സ്പോട്ട്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ദർ വാസ് വെരി ലിറ്റിൽ ഷീ കുഡ് സീ ത്രൂ ദം. അതുകൊണ്ട് തന്നെ ഒന്നാമത് വയസ്സായി, പിന്നെ പൊട്ടിയ കണ്ണടയിൽ കൂടെ കുറച്ച് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ, ഗ്രാനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ. Mani and his father felt that it was high time Granny had her eyes tested and got herself new glasses. അപ്പം മണിയുണ്ട്, മണിയുടെ അച്ഛനും ഉണ്ട്. അപ്പം മണിയുടെ അച്ഛനും വിചാരിക്കുകയാണ്, ഇതിപ്പോൾ കുറേ സമയമായിട്ടുണ്ട്, എന്ത് ചെയ്യണം, ഗ്രാനീൻ്റെ കണ്ണ് ടെസ്റ്റ് ചെയ്ത് കണ്ണട മാറ്റേണ്ട സമയം അതിക്രമിച്ചു. ഹൈ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മാറ്റേണ്ട സമയമൊക്കെ എപ്പോഴോ കഴിഞ്ഞിട്ടുണ്ട്. ഗ്രാനീൻ്റെ കണ്ണ് ടെസ്റ്റ് ചെയ്ത് കണ്ണട മാറ്റേണ്ട സമയം എപ്പോഴോ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ വെൽ you know we can't get them in the village, said Granny. അപ്പോൾ മണീൻ്റെ അച്ഛനും ഇങ്ങനെ പറയാണ്, ഗ്രാനി കണ്ണട മാറ്റേണ്ട സമയമായി. അപ്പം നമ്മുടെ ഗ്രാനിക്ക് ഒട്ടും താല്പര്യമില്ല കണ്ണട മാറ്റാൻ. ഗ്രാനി എന്താ പറയുന്നത്, വെൽ
യു നോ വി കാൺ ഗെറ്റ് ദം ഇൻ ദ വില്ലേജ്. നമുക്ക് ഈ കന്നഡ നമ്മുടെ ഈ ഗ്രാമത്തിലൊന്നും കിട്ടില്ല അല്ലേ. നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, അമ്മ ബുക്കില്ല, അമ്മ ബുക്കില്ലാണ്ട് എങ്ങനെ പഠിക്കും അല്ലേ. ഇപ്പം അമ്മേനോട് പറഞ്ഞാൽ അമ്മ പറയും പോയി എക്സാമിനറുടെ ക്ലാസ് കാണാൻ പറയും അല്ലേ. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, അമ്മ നോട്ട് എഴുതിയിട്ടില്ല, നോട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിലാണ് അല്ലേ. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയല്ലേ ചെയ്യുക. അങ്ങനെ ചെയ്യുന്നവർ ആരൊക്കെയുണ്ട് ഇവിടെ? ഗ്രാനി പറയാ നമുക്ക് ഈ കന്നഡയൊന്നും നമ്മുടെ ഗ്രാമത്തിൽ കിട്ടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, മണി സെഡ് you will have go to the eye hospital in Mussoorie, that is the nearest town. ഓക്കെ, ഗ്രാമത്തിൽ കിട്ടില്ല ശരിയാണ്, പക്ഷെ നമ്മുടെ ഈ ടൗണിന് അടുത്തുള്ളത് എന്താണ്? നമ്മുടെ ഗ്രാമത്തിന് അടുത്തുള്ള ടൗണാണ് മസൂറി. മസൂറിയിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കന്നഡ മാറ്റണം. യു വിൽ, ഇതെന്താന്ന് വെച്ചാൽ യു വിൽ എന്നാണേ. യു വിൽ ഹാവ് ടു ഗോ ടു ദ ഐ ഹോസ്പിറ്റൽ ഇൻ മസൂറി. നീ അമ്മമ്മേനോട് പറയാം നിങ്ങൾ എന്ത് ചെയ്യണം? മസൂറിയിൽ പോയിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ കന്നഡ മാറ്റണം. അതാണ് നമ്മളുടെ നിയറസ്റ്റ് ടൗൺ എന്ന് പറയണം. ബട്ട് ദാറ്റ് ഇസ് എ 2-day ജേണി. എന്താ പറയണേ? പക്ഷേ അമ്മമ്മ വീണ്ടും എക്സ്ക്യൂസ്. ഒന്നാമത്തെ എക്സ്ക്യൂസ് എന്താണ്? നമുക്ക് ഇവിടെ ഒന്നും കിട്ടൂല. രണ്ടാമത്തെ എക്സ്ക്യൂസ് എന്താ മക്കളെ? പക്ഷെ അവിടെ പോകണമെങ്കിൽ 2 ദിവസം എടുക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, 2 ദിവസം എടുക്കുന്ന പറയണത്. പ്രൊട്ടസ്റ്റഡ് ഗ്രാനി. പ്രൊട്ടസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആക്ച്വലി പ്രതിഷേധിക്കുകയാണ്, അതായത് ഒന്നിനും സമ്മതിക്കുന്നില്ല. പ്രൊട്ടസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രതിഷേധിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ ഗ്രാനി എന്താ പറയണേ? അവിടെ പോകാൻ 2 ദിവസം എടുക്കും, നമുക്ക് പോകണ്ട എന്നുള്ളൊരു മീനിങ്ങിൽ പറയാണ്. ഇത്രയും ക്ലിയർ ആണോ മക്കളെ? ഇത്രയും സെറ്റാണോ? ചാറ്റിലൊക്കെ വേറെ എന്തൊക്കെയോ ആണ്. ഇത്രയും റെഡിയാണോ? ഓക്കെ, അപ്പം നമ്മുടെ ഗ്രാനിക്ക് കാഴ്ചക്കുറവുണ്ട്. അപ്പോൾ ഗ്രാനിനോട് കന്നഡ മാറ്റാൻ പറഞ്ഞു. അപ്പോൾ ഗ്രാനി ഫുൾ എക്സ്ക്യൂസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യെസ്, സെറ്റാണ്. ഓക്കെ, ഡൺ. ദെൻ അപ്പോൾ ഇതൊരു വലിയ പാരഗ്രാഫാണ്, ശ്രദ്ധിച്ചിരിക്കണേ. ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവർ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ഗ്രാനി വാസ് ലുക്കിംഗ് ഫോർ എക്സ്ക്യൂസസ്. നമ്മളെപ്പോലെ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം പറഞ്ഞാൽ നമ്മൾ എക്സ്ക്യൂസ് പറയില്ലേ, അതേപോലെ ഗ്രാനി എന്ത് ചെയ്യുക? എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഷീ ഡിഡ് നോട്ട് വോണ്ട് ടു ബി പാർട്ടഡ് ഫ്രം മണി. പാർട്ടഡ് എന്ന് പറഞ്ഞാൽ പിരിയ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഷീ ഡിഡ് നോട്ട് വോണ്ട് ടു ബി പാർട്ടഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാനി എന്തിനാ എക്സ്ക്യൂസ് പറയുന്നേ? അപ്പം മസൂരി പോയാൽ 2 ദിവസം എടുക്കും. ആ 2 ദിവസം മണീനെ വേർപിരിയണ്ടേ. മണി ആരാ? നമ്മുടെ ഗ്രാൻഡ് സൺ, പേരക്കുട്ടിയാണ്. അപ്പം പേരക്കുട്ടീനെ വിട്ട് നിൽക്കാൻ ആർക്ക് ആഗ്രഹമില്ല? ഗ്രാനിക്ക് ആഗ്രഹമില്ല. ഷീ ഡിഡ് നോട്ട് വോണ്ട് ടു ബി പാർട്ടഡ് ഫ്രം മണി. മണിയിൽ നിന്ന് വിട്ട് നിൽക്കാൻ ഗ്രാനിക്ക് ആഗ്രഹമില്ല. അതാണ് ഗ്രാനി എക്സ്ക്യൂസ് പറയുന്നത്. He was 11 and quite capable of looking after him. അവന് എത്ര വയസ്സായിട്ടുണ്ട്? നമ്മുടെ മണിക്ക് 11 വയസ്സായിട്ടുണ്ട്. ആൻഡ് 11 വയസ്സായ ഒരു കുട്ടിക്ക് സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാം അല്ലേ. അപ്പോൾ അവന് സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഗ്രാനി ഹാഡ് ബ്രോട്ട് ഹിം അപ്പ് എവർ സിൻസ് ഹിസ് മദർ ഹാഡ് ഡൈഡ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരത്തെ സ്റ്റോറിയിൽ മണീനെ കണ്ടു, മണീൻ്റെ അച്ഛനെ കണ്ടു, ഗ്രാനീനെ കണ്ടു. പക്ഷേ ആരില്ല? മണീൻ്റെ അമ്മയില്ല. കാരണം എന്താ? മണീൻ്റെ അമ്മ മരിച്ചു പോയിട്ടുണ്ട്. ഓക്കെ, വെൻ ഹീ വാസ് ഓൺലി എ ഇയർ ഓൾഡ് എന്ന് വെച്ചാൽ എന്താ? മണി ജനിച്ച് 1 വയസ്സായപ്പോൾ തന്നെ മണീൻ്റെ അമ്മ മരിച്ചുപോയി. അങ്ങനെ ആ 1 വയസ്സ് മുതൽ മണീനെ നോക്കിയത് ആരാണ്? നമ്മുടെ ഗ്രാനിയാണ് നോക്കിയത്. ഇപ്പം മണിക്ക് 11 വയസ്സായി. അപ്പം ഇത്രയും കാലം മണിക്ക് ഒരു അമ്മേനെ പോലെ മണീനെ നോക്കിയത് നമ്മുടെ ഗ്രാൻഡ്മയാണ്. അതുകൊണ്ടാണ് ഗ്രാൻഡ്മയ്ക്ക് മണീനെ വിട്ടുപിരിയാൻ ഭയങ്കര സങ്കടം. ഓക്കെ, ഷീ വാസ് ഹിസ് നാനി. നാനി എന്ന് പറഞ്ഞാൽ ആരാ? മെറ്റേണൽ ഗ്രാൻഡ് മദർ, അമ്മയുടെ അമ്മയാണ്. ഓക്കെ, ആൻഡ് ഹാഡ് കെയർ ഫോർ ബോയ് ആൻഡ് ഫാദർ. അപ്പോൾ മണീൻ്റെ അമ്മയുടെ ഈ അമ്മേനെയാണ് നമ്മൾ ഗ്രാനി എന്ന് വിളിക്കുന്നത്. ആക്ച്വലി അവരെ നമ്മൾ നാനി എന്നാണ് പറയുക, അമ്മമ്മ എന്നൊക്കെ പറയുന്ന പോലെ. അപ്പം ഈ അമ്മമ്മയാണ് എന്ത് ചെയ്തത്? മണീനെയും മണീൻ്റെ അച്ഛനെയും അതുപോലെ തന്നെ അവിടെയുള്ള പശുക്കളെയും ആൻഡ് ഹെൻസ് ഇൻ ദ ഹൗസ് ഹോൾഡ്, ആ വീട്ടിലുള്ള പശുക്കളെയും കോഴീനെയും എല്ലാവരെയും നോക്കുന്നത് ആരാണ്? നമ്മുടെ ഈ ഗ്രാനിയാണ്. നോക്കിക്കേ, വെൻ ഹീ വാസ് ഓൺലി എ ഇയർ ഓൾഡ്, മണീൻ്റെ അമ്മ മരിച്ചു. ഷീ വാസ് ഹിസ് നാനി ആൻഡ് ഹാഡ് കെയർ ഫോർ ബോയ്, ഫാദർ, cows and hens in the household with great energy and devotion. അപ്പോൾ ഡിവോഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്തി എന്നാണ് പറയുക. പക്ഷേ ഇവിടുത്തെ ഡിവോഷൻ്റെ മീനിങ് എന്താണെന്ന് അറിയാവോ? ലവ് ആൻഡ് ലോയാലിറ്റി. നല്ല സത്യസന്ധതയോട് കൂടിയിട്ടും നല്ല സ്നേഹത്തോടെയും എല്ലാം എന്ത് നോക്കിയിട്ടുണ്ട്? നമ്മളുടെ ഗ്രാനി ഈ കോഴികളെയും ഈ പശുവിനെയും അച്ഛനെയും മോനെയും ഒക്കെ നോക്കിയിട്ടുണ്ട്. ഓക്കെ, ഐ ക്യാൻ മാനേജ് ക്വയറ്റ് വെൽ ഷീ സെഡ്. അപ്പം ഗ്രാനി എന്താ പറയുന്നത്? എനിക്കിതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും, എനിക്കൊരു കുഴപ്പമില്ല.
ഓക്കെ, നൗ ലിസൺ. അപ്പോൾ അച്ഛൻ ഇതൊക്കെ കേട്ടിട്ട് ദേഷ്യം പിടിച്ചു. കുറേ നേരമായിട്ട് ഗ്രാനിനോട് പറയാ കണ്ണട മാറ്റണം, അതാക്കണം, ഇതാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അച്ഛൻ പറയാ നൗ ലിസൺ, ഇനി ഞാൻ പറയണത് കേക്ക്. said Mani's father sternly. Sternly എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കർക്കശമായിട്ട് പറയാണ്. We are not sending you off on your own. I will take you to Missouri. നിങ്ങൾ ഒറ്റയ്ക്കൊന്നും പോകണ്ട, ഞാൻ നിങ്ങളെ എങ്ങോട്ട് കൊണ്ടുപോകാം? മസൂറിയിലേക്ക് കൊണ്ടുപോകാം. ഇതിൻ്റെ അർത്ഥം എന്താ? വി ആർ, ഞങ്ങൾ നാനീനെ ഒറ്റയ്ക്ക് വിടാൻ പോകുന്നില്ല. ഞാൻ എന്ത് ചെയ്യാം? നാനീനെ മസൂറിയിലേക്ക് എന്തിനു കൊണ്ടുപോകാം? കണ്ണട മാറ്റാൻ കൊണ്ടുപോകാം. അത് കേട്ടതും നാനി ആകെ ദേഷ്യപ്പെട്ടു. എന്തിനാ ദേഷ്യപ്പെട്ടത്? ആൻഡ് ലീവ് മണി ഹിയർ ബി ഹിംസെൽഫ്. എന്നിട്ട് മണീനെ ഇവിടെ ഒറ്റയ്ക്ക് വിടാനോ? ഹൗ കുഡ് യു വെൻ തിങ്ക് ഓഫ് ഡൂയിങ് ദാറ്റ്? മണീനെ ഒറ്റയ്ക്ക് വിട്ടിട്ട് ഇങ്ങനെ പോകണം എന്ന് പറയാൻ നിനക്ക് എങ്ങനെ തോന്നി അല്ലേ? ഗ്രാനിക്ക് സങ്കടമായി. ആൻഡ് ലീവ് മണി ഹിയർ ബൈ ഹിംസെൽഫ്, അവനെ ഒറ്റയ്ക്ക് വിടണോ? ഓക്കെ, നിനക്കിത് പറയാൻ എങ്ങനെ തോന്നി? നമ്മൾ ചില സമയത്ത് സെൻഡ് ഡയലോഗൊക്കെ അടിക്കില്ലേ നമ്മളുടെ അമ്മേനോട് അച്ഛനോട്? അമ്മ അച്ഛനോട് പറയും, നമ്മൾ പറയില്ലേ പഠിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അമ്മക്ക് എന്നോട് ഇങ്ങനെ പറയാൻ എങ്ങനെ തോന്നി? ഞാനിവിടെ അടങ്ങിയിരിക്കുകയല്ലേ, എന്നോട് പഠിക്കണം എന്ന് പറയാൻ എങ്ങനെ തോന്നി എന്നൊക്കെ നമ്മളിങ്ങനെ അമ്മേനോട് സെൻഡ് അടിക്കില്ലേ? അതേപോലെ ഗ്രാനി പറയാണ്, എൻ്റെ മണീനെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോകണം എന്ന് പറയാൻ നിനക്ക് എങ്ങനെ തോന്നി? ഫുൾ സെൻഡ് അടിക്കുകയാണ്. ദെൻ ഐ വിൽ ടേക്ക് യു ടു മസൂരി. ഇതെന്താ മക്കളെ? ഐ വിൽ. അപ്പം ആര് പറയാ? മണി പറയാണ്. ദെൻ ഐ വിൽ ടേക്ക് യു ടു മസൂരി. എന്ത് ചെയ്യാം? ഞാൻ അമ്മാമ്മേനെ മസൂരിയിലേക്ക് കൊണ്ടുപോവാം. സെഡ് മണി ഈഗർലി, ഭയങ്കര ആവേശത്തോടുകൂടി പറയാണ്. ഐ ഹാവ് ബീൻ ടു മസൂരി ബിഫോർ. ഞാൻ മസൂരിയിൽ മുൻപും പോയിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥം ഐ ഹാവ് എന്നാണ്. ഐ ഹാവ്, ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഞാൻ മസൂരിയിൽ മുന്നേ പോയിട്ടുണ്ട്. വിത്ത് മൈ സ്കൂൾ ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ സ്കൂളിലെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഞാൻ എവിടെ പോയിട്ടുണ്ട്? മസൂരിയിൽ പോയിട്ടുണ്ട്. ഐ നോ വേർ വി ക്യാൻ സ്റ്റേ. അപ്പം മസൂരിയിൽ പോയി കഴിഞ്ഞാൽ എവിടെ നിൽക്കണം എന്നൊക്കെ എനിക്കറിയാം. ബട്ട് അപ്പോഴാണ് മണി ആലോചിക്കണേ അല്ലേ? മണി ഭയങ്കര ആവേശത്തോടെ പറയായിരുന്നു, അമ്മമ്മേനെ ഞാൻ കൊണ്ടുപോവാം, ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയിട്ടുണ്ട്, അവിടെ പോയാൽ എവിടെ നിൽക്കണം എന്നൊക്കെ എനിക്കറിയാം. അപ്പോഴാണ് മണി പെട്ടെന്ന് സ്റ്റക്കായി. എന്തിനാണ് മണി സ്റ്റക്കായത്? He paused a moment and looked doubtfully from his. ഒറ്റ മിനിറ്റ്, ഇപ്പം ശിട്ടേട്ടോ. മക്കളെ ഇപ്പം കാണുന്നുണ്ടോ? ഇപ്പോൾ കാണുന്നുണ്ടോ? യെസ്, ചെറിയൊരു നെറ്റ്വർക്കിന് പ്രശ്നം വന്നതാ. ഇപ്പോൾ ഓക്കെ ആയില്ലേ? ഇപ്പോൾ കാണുന്നുണ്ടോ? ഓക്കെ, ഫിക്സായി, റെഡി, ഓക്കെ ആണ്, സെറ്റ്, ഡൺ. ഓക്കെ, അപ്പം നമുക്കിത് ഇവിടുന്ന് തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പം മണി ഭയങ്കര ആവേശത്തോടെ എന്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു? മണി പറയുമായിരുന്നു, ഞാൻ നാനീനെ എങ്ങോട്ട് കൊണ്ടുപോവാം? ഞാൻ മസൂരിയിൽ കണ്ണ് റെഡിയാക്കാൻ വേണ്ടി കൊണ്ടുപോവാം. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം എൻ്റെ കുട്ടികൾ ഇവിടെ തന്നെ നിന്നതിന് താങ്ക് യു സോ മച്ച് കേട്ടോ. ഓക്കെ, അപ്പോൾ മണി എന്ത് പറഞ്ഞു? ഗ്രാനീനെ ഞാൻ കൊണ്ടുപോവാം മസൂരിയിലേക്ക് കണ്ണ് കാണിക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ മണി പെട്ടെന്ന് സ്റ്റക്കായി. എന്തിനാ മണി ചോദിക്കുകയായിരുന്നു. പക്ഷെ ഗ്രാനിക്ക് ഈ നെയിൻ എന്ന് പറയുന്ന സ്ഥലം വരെ നടക്കാൻ പറ്റുമോ? കാരണം ഗ്രാനി വയസ്സായില്ലേ അല്ലേ? അപ്പം മസൂരിയിലേക്ക് ബസ്സുണ്ട്, പക്ഷേ ഈ ഗ്രാമത്തിൽ നിന്ന് നെയിന് വരെ എന്ത് ചെയ്യണം? നടന്നു പോകണം. അപ്പം മണി ചോദിക്കുകയാണ് അല്ലേ. ഹി പോസ്ഡ് എ മൊമെന്റ് ആൻഡ് ലുക്ക് ഡൗട്ട്ഫുള്ളി ഫ്രം ഹിസ് ഫാദർ ടു ഹിസ് ഗ്രാൻഡ് മദർ. അച്ഛനെയും മുത്തശ്ശീനെയും ഇങ്ങനെ മാറി മാറി നോക്കുക. യു വുഡൻ ബി ഏബിൾ ടു വാക്ക് ഓൾ ദ വേ ടു നെയിൻ അല്ലേ? നാനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നെയിൻ വരെ നടക്കാൻ പറ്റില്ല. വുഡ് യു ഗ്രാനി അല്ലേ? നിങ്ങൾക്ക് നടക്കാൻ പറ്റുമോ ഗ്രാനി എന്ന് ചോദിക്കുകയാണ്.
ഓക്കെ, യെസ്, ഓഫ് കോഴ്സ് ഐ ക്യാൻ വാക്ക്. അല്ലേ, ഞാൻ ആകെ പെട്ടെന്ന് മാറി. ഇത്രയും നേരം എനിക്ക് പോകണ്ട, വേറെ സ്ഥലത്ത് പോകണം, 2 ദിവസം കഴിഞ്ഞാലേ വരാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഗ്രാനി ഇപ്പം എന്താ പറഞ്ഞത്? ഓഫ് കോഴ്സ് ഐ ക്യാൻ വാക്ക്, എനിക്ക് നടക്കാനൊക്കെ പറ്റും, എനിക്കൊരു കുഴപ്പമില്ല. അല്ലേ, നമ്മളോടിപ്പോൾ പറയാണ് പഠിക്കാൻ നമ്മളിങ്ങനെ മടിച്ചിരിക്കുമ്പം ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിന്നെ ഒരു ട്രിപ്പിന് കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താ പറയുക? ഓ എനിക്ക് പഠിക്കാം, ബുക്ക് എവിടെ, നോട്ട് എവിടെ, നമ്മൾ ഫാസ്റ്റായിട്ട് പഠിക്കില്ലേ? അപ്പോൾ അതേപോലെ ഇപ്പം ഗ്രാനി എന്താ പറയണത്? ഗ്രാനിനോട് ചോദിച്ചു നെയിൻ വരെ നടക്കാൻ പറ്റുമോ? അപ്പോൾ ഗ്രാനി പറയാം ഓഫ് കോഴ്സ് ഐ ക്യാൻ വാക്ക്, എനിക്ക് നടക്കാം, ഒരു കുഴപ്പമില്ല. സെഡ് ഗ്രാനി, ഐ മേ ബി ഗോയിങ് ബ്ലൈൻഡ്, എനിക്ക് ചിലപ്പോൾ കാഴ്ചക്കുറവ് ഉണ്ടാവുമായിരിക്കും. ബട്ട് ദർ ഇസ് നത്തിങ് റോങ് വിത്ത് മൈ ലെഗ്സ്, പക്ഷെ എൻ്റെ കാലിന് ഒരു കുഴപ്പമില്ല, എനിക്ക് എത്ര ദൂരം വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? നടക്കാൻ പറ്റും. ബട്ട് യു ആർ 70 ഗ്രാനി, പക്ഷേ അമ്മമ്മയ്ക്ക് 70 വയസ്സായില്ലേ, അമ്മമ്മ എങ്ങനെയാണ് നടക്കുക എന്നാണ് ചോദിക്കുന്നത്. ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ മക്കളെ? അപ്പോൾ ഗ്രാനി ഇത്രയും നേരം ഞാൻ വരുന്നില്ല, അവിടെ പോയാൽ 2 ദിവസമാവും, ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞ ഗ്രാനി ഇപ്പോൾ പറയാം ഞാൻ എത്ര ദൂരം വേണമെങ്കിലും നടക്കും, അല്ലേ, എനിക്ക് ഒരു കുഴപ്പമില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കണേ. യെസ്, ഓക്കെ. വാട്ട് ഹാസ് ദാറ്റ് ഗോട്ട് ടു ഡു വിത്ത്? അപ്പോൾ ഗ്രാനി ചോദിക്കാം 70 വയസ്സായെങ്കിൽ എന്താ, എനിക്കൊരു കുഴപ്പമില്ല. വാട്ട് ഹാസ് ദാറ്റ് ഗോട്ട് ടു ഡു വിത്ത്? 70 വയസ്സായപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ? ഓക്കെ, ആൻഡ് ബിസൈഡ്സ് ഇറ്റ്സ് ഡൗൺ ഹിൽ ടു നെയിൻ. അല്ലേ, അപ്പോൾ ഇവരുടെ വീടാണിത്. ഓക്കെ, ഇത് ഇവരുടെ വീടാണ്. നെയിനിലേക്ക് എന്താണ്? ഒരു ഇറക്കമാണ്. ഓക്കെ, എന്താ പറയണത്? ഇറ്റ്സ് ഡൗൺ ഹിൽ ടു നെയിൻ, നെയിനിലേക്ക് ഒരു ഇറക്കമാണ്. ആൻഡ് അപ്പ് ഹിൽ കമ്മിങ് ബാക്ക്, തിരിച്ചു വരുമ്പോൾ എന്താണ്? ഇതൊരു കയറ്റമാണ്. അല്ലേ, ഇപ്പം ഇറങ്ങിപ്പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു കയറ്റമാണ്. അപ്പ് ഹിൽ ഈസ് ഈസിയർ, എന്താണ്? കയറി വരാൻ എന്താണ്? നമുക്ക് ഭയങ്കര ഈസിയാണ്. സെഡ് ഗ്രാനി. നൗ ദാറ്റ് ഷീ ന്യൂ മണി മൈറ്റ് ബി അക്കംപാനിങ് ഹെർ. അപ്പം ഞാനിപ്പോൾ പ്ലേറ്റ് മറിച്ചിടാൻ കാരണം എന്താണ്? അയ്യോ പോയോ, സ്ക്രീൻ ബ്ലാക്ക് ആയോ? ഓക്കെ ഓക്കെ, ഇതപ്പോൾ വരും. ഇപ്പലോ? ഇപ്പം വരും. ഓം ഹ്രീ കുട്ടിച്ചാത്ത ഗുഡും ടൺടണേ. ഇപ്പം കാണുന്നുണ്ടോ? യെസ്, ഇപ്പം കാണുന്നുണ്ടോ? ഇതെന്തത്? കുട്ടിച്ചാത്തനെ ബസ് ഒന്നുകൂടി വിളിക്കേണ്ടി വരുന്ന തോന്നണേ. ബോർഡ് വന്നു. ഇനി പോവില്ല, ശരിക്കും കുട്ടിച്ചാത്തനെ വിളിച്ചുകൊണ്ടിരുത്തിയിട്ടുണ്ട്. ഓക്കെ, ഡൺ. ഓക്കെ, അപ്പം ഞാനീ പറയാണ് നെയിനിലേക്ക് ഒരു ഇറക്കമാണ്, പിന്നെ തിരിച്ചു വരുമ്പോൾ ഒരു കയറ്റമല്ലേ, അത് കയറ്റം കയറാൻ ഭയങ്കര ഈസിയാണ്. സെഡ് ഗ്രാനി. ഓക്കെ, നൗ ദാറ്റ് ഷീ ന്യൂ മണി മൈറ്റ് ബി അക്കംപാനിങ് ഹെർ. അപ്പോൾ ഇത്രയും നേരം മടിച്ചു നിന്നാൽ നാനിക്ക് ഇപ്പം എന്താണ്? ഇപ്പം ഭയങ്കര സന്തോഷമാണ് അവിടെ പോവാൻ. അല്ലേ, നാനി പോകാത്തതിന് ഒരേ ഒരു കാരണം എന്താ? മണീനെ 2 ദിവസം വിട്ടു നിൽക്കാൻ നാനിക്ക് വയ്യ. ഇപ്പം എന്താ? ഇപ്പം നാനിക്ക് അറിയാം മണി എൻ്റെ കൂടെ വരുന്നുണ്ടാകും. അപ്പം നാനിക്ക് ഭയങ്കര സന്തോഷമായി. ഷീ വാസ് മോർ ദാൻ റെഡി ടു മേക്ക് ദ ജേർണി. അപ്പോൾ എന്താണ്? ഭയങ്കര ആവേശമായിട്ട് നിൽക്കുകയാണ്, മണീൻ്റെ കൂടെ ട്രിപ്പ് പോവാലോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആവേശത്തിൽ നിൽക്കുകയാണ്. while we're in Missouri we will get some seed. അപ്പോൾ ഇത്രയും നേരം മടിച്ച് ഞാനിപ്പോൾ എന്താ പറഞ്ഞത്? നമുക്ക് മസൂരിയിൽ പോയാൽ നമുക്ക് സീഡ്സ് വാങ്ങണം, ബൾബ് വാങ്ങണം, ആൻഡ് എ ന്യൂ ബെൽ ഫോർ ദ വൈറ്റ് കൗ. ആ വെള്ള പശുവിന് കഴുത്തിൽ കെട്ടാൻ ഒരു മണി വാങ്ങണം. ആൻഡ് എ പുൾ ഓവർ ഫോർ യുവർ ഫാദർ. ഇതാണ് കേട്ടോ മക്കളെ പുൾ ഓവർ. നിൻ്റെ അച്ഛനൊരു പുൾ ഓവർ വാങ്ങണം, നിനക്കൊരു ഷൂസ് വാങ്ങണം. അല്ലേ, ശരിക്കും ഇവർ എന്തിനാണ് മസൂരിയിൽ പോകുന്നേ? നിങ്ങളും ഇതുപോലെയാണോ? എവിടെയും പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ പറയും കല്യാണത്തിന് പോവുകയാണെങ്കിൽ നമ്മൾ ഈ സ്ഥലത്താണ്, അത് വാങ്ങണം, ഇത് വാങ്ങണം, അല്ലേ? നമുക്ക് സീഡ് വാങ്ങണം, ബൾബ് വാങ്ങണം, ഒരു പശുവിന് കഴുത്തിൽ കെട്ടാൻ ബെല്ല് വാങ്ങണം, അച്ഛന് പുള്ളോവർ വാങ്ങണം, നിനക്ക് ഷൂസ് വാങ്ങണം. എന്തൊക്കെയാ അല്ലേ? എന്തിനാ പോകുന്നത്? കണ്ണ് കാണിക്കാനാ പോകുന്നത്. പക്ഷേ നാനിക്ക് എന്തൊക്കെ വാങ്ങിക്കാനുണ്ട്? കുറേ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. ഓക്കെ, നൗ ജസ്റ്റ് എ മിനിറ്റ്. ആരാ പറയണേ? സെഡ് മണീസ് ഫാദർ. ഇതൊക്കെ കേട്ടപ്പോൾ അച്ഛൻ പറയാ, ഒന്ന് നിന്നേ. ആർ യു ഗോയിങ് ദർ ടു ഹാവ് യുവർ ഐസ് ടെസ്റ്റഡ് ഓർ ആർ യു ഗോയിങ് ഫോർ എ ഷോപ്പിംഗ് ട്രിപ്പ്? അപ്പം അച്ഛൻ എന്താ ചോദിക്കണേ? നിങ്ങൾ ശരിക്കും കണ്ണ് കാണിക്കാൻ പോകുന്നതാണോ അതോ ഷോപ്പിംഗ് ട്രിപ്പിന് പോവുകയാണോ? അല്ലേ? ഐ ഹാവ് ഗോട്ട് ഓൺലി 100 rupees ടു സ്പെയർ. എൻ്റെ കയ്യിൽ ആകെ 100 രൂപയേ ഉള്ളൂ. ഓക്കെ,
യു വിൽ ഹാവ് ടു മാനേജ് വിത്ത് ദാറ്റ്. നിങ്ങൾ ഈ 100 രൂപ കൊണ്ട് വേണം അവിടെ പോകണം, കണ്ണ് കാണിക്കണം, അവിടെ നിൽക്കണം, ഭക്ഷണം കഴിക്കണം, എല്ലാത്തിനും കൂടി എൻ്റെ കൂടെ 100 രൂപയുള്ളൂ. ഓക്കെ, യെസ്. വെറുതെ മറ്റേ കറങ്ങുന്ന ഇമോജി ഇടാതിരിക്കുമോ മക്കളെ? മിസ് ഇവിടെ കാണുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. കറങ്ങുന്ന ഇമോജി ഇടാതിരിക്കുമോ? ഓക്കെ, യെസ്. സ്പാം ചെയ്യാതിരിക്കുമോ? ബ്ലിങ്ക് ഫോർ എവർ, അലോന ഏഞ്ചൽ വ്ളോഗ് സ്പാം ചെയ്യാതിരിക്കുമോ മക്കളെ? ഓക്കെ, അജിത് കുമാർ സ്പാം ചെയ്യാതിരിക്കുമോ? യെസ്. വെറുതെ സ്പാം ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും വിചാരിക്കും, തെറ്റിദ്ധാരണ നമ്മൾ പടർത്തരുത്. ഓക്കെ, ഡൺ. ഓക്കെ, അപ്പോൾ നമ്മുടെ അച്ഛൻ പറയുകയാണ്, എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല, എൻ്റെ കയ്യിൽ ആകെ 100 രൂപയുള്ളൂ. ഈ 100 രൂപയ്ക്ക് വേണം നിങ്ങൾ ഇതൊക്കെ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ എന്താ പറയണേ? വി വിൽ മാനേജ് സെഡ് മണി. അപ്പം മണി പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ഞങ്ങൾ നോക്കിക്കോളാം. വി വിൽ സ്ലീപ്പ് അറ്റ് ദ ബസ് ഷെൽട്ടർ. ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ എങ്ങാനും കിടന്നോളാം, ബസ് വെയിറ്റ് ചെയ്യുന്ന സ്ഥലത്ത് ഞങ്ങൾ കിടന്നോളാം. അപ്പോഴോ ഗ്രാനി പറയാം, നോ വി വോണ്ട്. അപ്പോൾ ഗ്രാനി പറയാം, ഞങ്ങൾ അവിടെയൊന്നും കിടക്കൊന്നുമില്ല. ഐ ഹാവ് ഗോട്ട് 50 rupees ഓഫ് മൈ ഓൺ. എൻ്റെ കയ്യിൽ 50 രൂപയുണ്ട് അല്ലേ? അച്ഛന് പറഞ്ഞു എൻ്റെ കയ്യിൽ 100 രൂപയുള്ളൂ. അപ്പോൾ ഗ്രാനി പറഞ്ഞു എൻ്റെ കയ്യിൽ എക്സ്ട്രാ 50 രൂപയുണ്ട്. ഓക്കെ, വി വിൽ സ്റ്റേ അറ്റ് ഹോട്ടൽ. ഞങ്ങൾ ഹോട്ടലിൽ നിന്നോളാം. അപ്പം നമ്മൾ വിചാരിക്കും, 100 രൂപയ്ക്ക് 50 രൂപയ്ക്ക് എവിടെയും നിൽക്കാൻ പറ്റുമോ? പക്ഷേ ഇവിടെ എന്താ, അന്നത്തെ കാലത്ത് 50 രൂപ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഒരു 10,000 രൂപയുടെ ഒക്കെ വിലയുണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാനീ പറയാം, എൻ്റെ കയ്യിൽ 50 രൂപയുണ്ട്, ഞങ്ങൾ ഹോട്ടലിൽ നിന്നോളാം എന്ന് പറഞ്ഞു. സ്റ്റക്കില്ലല്ലോ മക്കളെ? ഓക്കെ, ഡൺ. ഏർലി നെക്സ്റ്റ് മോർണിംഗ് ഇൻ എ ലൈറ്റ് ഡ്രിസിൽ. ഡ്രിസിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ മഴ അല്ല. അപ്പോൾ അടുത്ത ദിവസം അതിരാവിലെ ഒരു ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. ഗ്രാനി ആൻഡ് മണി സെറ്റ് ഔട്ട് ദ പാത്ത് ടു നെയിൻ. അപ്പോൾ അവരെവിടേക്ക് പോകാൻ റെഡിയായി? നെയിനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവർ റെഡിയായി. അവരെല്ലാവരും കണ്ടോ, ഞാനിവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ്, മണി അടുത്തുണ്ട്, ഭക്ഷണമൊക്കെ വെച്ച് ഒരു സഞ്ചിയിലിട്ടിട്ട് അവരെവിടെ പോവാണ്? ടാറ്റ പോവാണ്. ഓക്കെ, കണ്ടോ, ഒരു തുണിസഞ്ചിയൊക്കെ ഉണ്ട് കയ്യിൽ. മണി ക്യാരിഡ് എ സ്മോൾ ബെഡിങ് റോൾ. എന്ന് വെച്ചാൽ പോകുന്ന വഴിയിൽ എവിടെ ക്ഷീണം വന്നു കഴിഞ്ഞാൽ അവിടെ കിടക്കാൻ വേണ്ടിയിട്ട് മണിയുടെ ബാക്കിൽ കണ്ടോ മക്കളെ, ഒരു ബെഡിങ് റോൾ ഉണ്ട്. ഇങ്ങനെ നിവർത്തിയിടുന്ന ഒരു പായ പോലത്തെ സാധനം മണിയുടെ ബാക്കിലുണ്ട്. ഓക്കെ, ഗ്രാനി ക്യാരിഡ് എ ലാർജ് ക്ലോത്തിങ് ഷോപ്പിംഗ് ബാഗ് ആൻഡ് എൻ അംബ്രല്ല. അപ്പോൾ ഗ്രാനീൻ്റെ കയ്യിൽ എന്താ, ഒരു വലിയ തുണിസഞ്ചി ഉണ്ട്. അതിനകത്ത് എന്താ, ഷോപ്പിംഗ് ബാഗാണ്. കാരണം അവിടെ പോയിട്ട് കുറേ ബൾബ് വാങ്ങണം, സീഡ് വാങ്ങണം, പിന്നെ ബെല്ല് വാങ്ങണം, അച്ഛന് ഡ്രസ്സ് വാങ്ങണം, മണിക്ക് ഷൂ വാങ്ങണം, കുറേ സാധനങ്ങൾ വാങ്ങണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു വലിയ തുണിയുടെ ക്ലോത്തിങ് ബാഗ് കയ്യിലെടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ സ്റ്റക്ക് എന്ന് പറയുന്നവർ ഫസ്റ്റ് തൊട്ട് കാണുമായിരിക്കും, അവർ ലേറ്റ് ആവും. ഓക്കെ, അതുകൊണ്ടായിരിക്കും, കുഴപ്പമില്ല. ഓക്കെ, റെഡി. ഓക്കെ, അപ്പോൾ ഇതെല്ലാം എടുത്തിട്ടാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ മണി പറയാ, വെനെവർ യു ഫീൽ ടയേർഡ് വി വിൽ ടേക്ക് റെസ്റ്റ് സെഡ് മണി. അപ്പം മണി പറയാ, അമ്മമ്മയ്ക്ക് എപ്പോൾ ക്ഷീണം തുടങ്ങുന്നോ അപ്പം നമുക്ക് റെസ്റ്റ് എടുക്കാം. അപ്പോൾ അമ്മമ്മ എന്താ പറയണേ? വി ഹാവ് ഓൺലി ജസ്റ്റ് സ്റ്റാർട്ടഡ്. നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, അതിനു മുമ്പ് നീ എന്തിനാണ് റെസ്റ്റിനെ കുറിച്ച് പറയണേ? വി ഹാവ് ഓൺലി ജസ്റ്റ് സ്റ്റാർട്ടഡ് ഔട്ട് സെഡ് ഗ്രാനി. വി വിൽ റെസ്റ്റ് വെൻ യു ആർ ഹംഗ്രി. അപ്പം മണി പറഞ്ഞു, അമ്മമ്മയ്ക്ക് ക്ഷീണം വന്നാൽ നമുക്ക് റെസ്റ്റ് എടുക്കാം. അപ്പം അമ്മമ്മ എന്താ പറഞ്ഞത്? നിനക്ക് വിശക്കുമ്പോൾ നമുക്ക് റെസ്റ്റ് എടുക്കാം. നമ്മളിപ്പോൾ ജേർണി സ്റ്റാർട്ട് ചെയ്തല്ലേ ഉള്ളൂ, ടയേർഡ് ആവാറൊന്നും ആയിട്ടില്ല. ഓക്കെ, ദേ വാക്ക്ഡ് അറ്റ് എ സ്റ്റഡി പേസ്. സ്റ്റഡി പേസ് എന്ന് പറഞ്ഞാൽ ഒരേ വേഗത. ഓക്കെ, ഒരേ വേഗത, അതായത് പെട്ടെന്ന് കുറേ നേരം സ്പീഡിൽ നടന്ന് പിന്നെ സ്ലോ ആവുകയല്ല. ചില ആൾക്കാർ എങ്ങനെ സ്പീഡിൽ നടന്ന് പിന്നെ ടയേർഡ് ആകുമ്പോൾ ഇങ്ങനെ നടക്കും. പക്ഷെ ഇവരങ്ങനെയല്ല, ഒരേ വേഗതയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിത്തൗട്ട് ടോക്കിംഗ് ടൂ മച്ച്, അല്ലേ? ഒത്തിരി സംസാരിക്കാതെ ഒരേ വേഗതയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എ ഫ്ലോക്ക് ഓഫ് പാരറ്റ്സ് വേൾഡ് ഓവർ ഹെഡ്. എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് പിക്ചറിൽ കാണുന്നില്ലേ പാരറ്റ്? അപ്പോൾ ഫ്ലോക്ക് എന്ന് പറഞ്ഞാൽ കൂട്ടം. ഓക്കെ, വേളിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചുറ്റുക. അപ്പോൾ ഇവരുടെ തലയുടെ ചുറ്റുമായിട്ട് ഒരു കൂട്ടം തത്തകൾ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്ലാഷസ് ഓഫ് റെഡ് ആൻഡ് ഗ്രീൻ എഗെയിൻസ്റ്റ് ദ സോംബർ സ്കൈ. സോംബർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചിങ്ങനെ ഡാർക്കായി കിടക്കുകയാണ്. അപ്പം മഴയൊക്കെ പെയ്യാറാകുമ്പോൾ കാർമേഘം മൂടിയ സ്കൈ ഉണ്ടാവില്ലേ, ആകാശം നമ്മുടെ നാട്ടിലുള്ള പോലെ. അപ്പോൾ അതേപോലെ ആകാശം ഇങ്ങനെ ഭയങ്കര ഡാർക്കായിട്ട് നിൽക്കുമ്പോൾ അതിനിടയിൽ ഈ തത്തകൾ ഇങ്ങനെ പാറുമ്പോൾ എന്താണ്, റെഡും ഗ്രീനും ലൈറ്റും ഇങ്ങനെ ഫ്ലാഷ് ചെയ്യുന്നത് പോലെയാണ് തോന്നുന്നത്.
Okay, there were no other sounds except for the hiss and gentle patter of the rain. അപ്പോൾ അവർ ഇറങ്ങുമ്പോഴേ ഒരു ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അവിടെ എന്ത് സൗണ്ട് മാത്രമേ ഉള്ളൂ? മഴയുടെ എങ്ങനെ മഴ പെയ്യുമ്പോൾ എന്ന് പറഞ്ഞൊരു സൗണ്ട് ഉണ്ടാവില്ലേ, അതാണ് ഹിസ് സൗണ്ട്. ഓക്കെ, ഒറ്റ മിനിറ്റ് മക്കളെ, ഈ സാധനം എന്തെങ്ങനെ പോയി കളിക്കണേ, ഇടയ്ക്ക് സ്റ്റക്ക് വരുന്നുണ്ടോ നമുക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇപ്പം ശരിയാക്കാം, ഇപ്പം ശരിയാക്കാം കേട്ടോ. ഒറ്റ മിനിറ്റ്, സ്ക്രീൻ പോയി. മിസ്സിന് മനസ്സിലായി, മിസ് ഒന്ന് നോക്കട്ടെ. ഇപ്പോഴോ, ഇപ്പോൾ വന്നോ? കുട്ടിച്ചാത്തൻ പോയല്ലേ? അതെ, കുട്ടിച്ചാത്തൻ പോയി, അതാണ് പ്രശ്നം പറ്റിയത്. കുട്ടിച്ചാത്തൻ ഇനി വിളിച്ചു വരുത്തേണ്ടി വരുമല്ലോ. ഇപ്പം ഞാൻ പറയാം, ഞാനൊരു മാജിക്ക് പ്രവചിക്കാം. ഇപ്പോൾ ഒന്നുകൂടെ പോകാൻ ചാൻസ് ഉണ്ട്. ഇതെൻ്റെ ഒരു മാജിക്കാണ്, നമുക്ക് ട്രൈ ചെയ്യാം. എങ്ങനെയുണ്ട്? അതാണ് മിസ് പറഞ്ഞത്. എനിക്കിതൊക്കെ അറിയാം മക്കളെ, ഇതൊക്കെ ഞാൻ കുറേ ആയില്ലേ കാണുന്നു, എന്താ ചെയ്യാ? എങ്ങനെയുണ്ട് മിസ്സിൻ്റെ മാജിക്ക്? എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ലേ, എന്താ ചെയ്യാ, എക്സ്പീരിയൻസ്. ഇനിയിപ്പോൾ മാജിക്കിൽ ഇത് വരുത്തും. ഇതൊക്കെ എന്ത് ഓക്കിക്കോ. ഓക്കെ, അപ്പോൾ എന്താണ്, അപ്പോൾ അവരിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ തലേൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ തത്തകൾ കൂട്ടമായിട്ട് പറക്കുന്നുണ്ട്. അപ്പോൾ തത്തകളുടെ കളർ എന്താ? പച്ച കളറും, കഴുത്തിൻ്റെ ഇവിടെ ഇങ്ങനെ റെഡും, കൊക്കൊക്കെ ബീക്ക് എന്താണ്, റെഡ് കളറാണ്. ഓക്കെ, അപ്പോൾ ഇത് കാണുമ്പോൾ എങ്ങനെയുണ്ട്? ഒരു ഡാർക്ക് സ്കൈയിൽ ഫ്ലാഷസ് ഓഫ് റെഡ് ആൻഡ് ഗ്രീൻ ഇങ്ങനെ പോകുന്ന പോലെ ഉണ്ട്. there were no other sound except the hiss എന്ന് പറഞ്ഞാൽ മഴ പെയ്യുമ്പോൾ അതും, പിന്നെ ഇങ്ങനെ റൂഫിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇങ്ങനത്തെ സൗണ്ടില്ല, ഇങ്ങനെ ഈ സൗണ്ട്, ഈ രണ്ട് സൗണ്ടുകൾ മാത്രമേ കേൾക്കാനുള്ളൂ, വേറൊരു സൗണ്ടും ഇല്ല. ഓക്കെ, അത് മാത്രമേ കേൾക്കാനുള്ളൂ. ഇനി മണി സ്റ്റോപ്പ് ടു പിക്ക് വൈൽഡ് ബ്ലാക്ക്ബെറീസ്. അപ്പോൾ അവരിങ്ങനെ കാട്ടിലൂടെയാണ് നടക്കുന്നത്. അപ്പോൾ മണി നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിൽ സ്റ്റക്കായി. എന്തിനാണ്? കണ്ടോ, കള്ളൻ ചിരിച്ചുകൊണ്ട് ബ്ലാക്ക്ബെറീസ് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കഥയ്ക്ക് ബ്ലാക്ക്ബെറി ആയിട്ട് എന്തോ കണക്ഷൻ ഉണ്ട്. ആദ്യം തന്നെ മണീൻ്റെ കണ്ണ് ബ്ലാക്ക്ബെറീസ് പോലെ ഉണ്ടെന്നല്ലേ പറഞ്ഞേ. അപ്പോൾ ഇടയ്ക്ക് വെച്ച് വൈൽഡ് ബ്ലാക്ക്ബെറി എന്ന് പറഞ്ഞാൽ കാട്ടിൽ വളരുന്ന ചെടിയാണ്. അപ്പോൾ കാട്ടിൽ വളരുന്ന ഈ ബ്ലാക്ക്ബെറീസ് കണ്ടപ്പോൾ മണി അവിടെ സ്റ്റക്കായിട്ട് ബ്ലാക്ക്ബെറീസ് പറിക്കാൻ തുടങ്ങി. Granny wasn't fond of berries and did not slacken her pace. അപ്പോൾ ഗ്രാനിക്ക് ഈ ബ്ലാക്ക്ബെറീസ് ഒന്നും അത്ര ഇഷ്ടമില്ല. അപ്പോൾ ഗ്രാനി എന്താ ചെയ്യുന്നത്? ഗ്രാനി അവിടെ ഒന്നും നിന്നതുമില്ല. ഡിഡ് നോട്ട് സ്ലേക്കൻ ഹെർ പേസ് എന്ന് പറഞ്ഞാൽ, സ്ലേക്കൻ ചെയ്യാന്ന് പറഞ്ഞാൽ സ്ലോ ഡൗൺ ചെയ്യുക. അപ്പോൾ ഗ്രാനി എന്ത് ചെയ്തില്ല? അവളുടെ വേഗത ഒന്നും കുറയ്ക്കാതെ അങ്ങനെ നടന്നു. മണീനെ ഇങ്ങനെ കാത്തിക്കാതെ നാനി എത്ര സ്പീഡിലാണോ നടന്നത് അതേ സ്പീഡിൽ തന്നെ നടന്നു. മണി ഹാഡ് ടു റൺ ടു ക്യാച്ച് അപ്പ് വിത്ത് ഹെർ. അപ്പം മണി അവിടെ സ്റ്റക്കായി, ഗ്രാനി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പം മണിക്ക് ഓടി പിടിക്കേണ്ട വന്നു ഗ്രാനീനെ. ഓക്കെ, സോൺ ഹിസ് ലിപ്സ് വേ പർപ്പിൾ വിത്ത് ദ ജ്യൂസ് ഫ്രം ദ ബെറീസ്. അപ്പോൾ ബെറീസ് നിങ്ങൾക്ക് കഴിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചുണ്ടൊക്കെ എന്താണ്, ഒരു പർപ്പിൾ കളറാവും, ബെറീസിൻ്റെ ജ്യൂസിൻ്റെ കളറാവും. അപ്പം നമ്മൾ എന്താ പറയുക, എന്ത് കഴിച്ചാലും, അപ്പോൾ നിങ്ങൾ ഈ ബീട്രൂട്ടൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലെ ബീട്രൂട്ട് മുറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മുടെ കൈയൊക്കെ ബീട്രൂട്ടിൻ്റെ കളറാവും. അതേപോലെയാണ് ഈ ബെറീസ് കഴിച്ചപ്പോൾ എന്താ, മണിയുടെ ചുണ്ടൊക്കെ ആ ഒരു പർപ്പിൾ കളറായിട്ടുണ്ട്. ഓക്കെ, ദ റെയിൻ സ്റ്റോപ്ഡ് ആൻഡ് ദ സൺ കെയിം ഔട്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ മഴയൊക്കെ പോയി. ഇവരിറങ്ങുമ്പോൾ മഴയുണ്ടായിരുന്നു അല്ലേ, കുറച്ച് കഴിഞ്ഞപ്പോൾ മഴയൊക്കെ പോയി. പിന്നെ എന്ത് വരാൻ തുടങ്ങി? വെയിൽ വരാൻ വേണ്ടി തുടങ്ങി. Below them, the light green of the field stood out against the dark green forest, and the hills were bashed with a golden sunshine. എന്ന് വെച്ചാൽ ഇതുപോലെ. അപ്പോൾ ഇവർ പോകുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ലൈറ്റ് ഗ്രീൻ കളർ ഉണ്ട്, അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഡാർക്ക് ഗ്രീനിൽ ഫോറസ്റ്റ് ഉണ്ട്. പിന്നെ സൂര്യൻ അവിടെ നിന്ന് ഇങ്ങനെ ഉദിച്ചു വരുമ്പോൾ ഒരു ഗോൾഡൻ സൺഷൈൻ കളറൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഓക്കെ, മണി റാൻ അഹെഡ്. അപ്പോൾ മുത്തശ്ശിയുടെ എത്താൻ വേണ്ടിയിട്ട് മണി ഇങ്ങനെ സ്പീഡിൽ ഓടി. ഓക്കെ, ക്യാൻ യു സീ ഓൾ റൈറ്റ് ഗ്രാനി?
അപ്പം മണി ചോദിക്കുകയാണ് ഗ്രാനിയോട്, ഗ്രാനിക്ക് കാഴ്ചക്കുറവുണ്ടല്ലോ, എല്ലാം കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഐ ക്യാൻ സീ ദ പാത്ത്, എനിക്ക് വഴി കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഐ ക്യാൻ സീ യുവർ വൈറ്റ് ഷർട്ട്, മണി ഇട്ട ഡ്രസ്സിൻ്റെ കളർ എന്താ? വൈറ്റ് ഷർട്ടാണ് അല്ലേ. അപ്പം നിൻ്റെ വൈറ്റ് ഷർട്ടും ഈ നടക്കുന്ന വഴിയും എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ദാറ്റ്സ് എനഫ് ഫോർ ജസ്റ്റ് നൗ, ഇപ്പം അത് മതി എന്ന് പറയാണ്. ഇപ്പം അത് മതി എന്ന് പറഞ്ഞു. ഓക്കെ, ഇപ്പം തൽക്കാലത്തേക്ക് ഇത് മതി എന്ന് പറഞ്ഞു. ഇത് ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആണോ മക്കളെ? റെഡി? ഇത് ക്ലിയർ ആണോ എല്ലാവർക്കും? ഇത് ക്ലിയർ ആണോ? യെസ്, സെറ്റ്, ഓക്കെ, ഡൺ. ഗ്രാനി ആൻഡ് മണി എയ്റ്റ് ദിയർ ലൈറ്റ് മീൽ ഓൺ ദ റോഡ് സൈഡ്. അപ്പം നമ്മൾ തുടക്കത്തിൽ കണ്ടില്ലേ, ഇവർ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഗ്രാനി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ആ തുണിസഞ്ചിയിൽ ഇവർക്ക് ഇടയ്ക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ്, വഴിയരികിൽ എത്തിയപ്പോൾ നമ്മുടെ കൊച്ചു പയ്യന് വിശക്കാൻ തുടങ്ങി. അപ്പോൾ അവരവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്തു? അവർ കൊണ്ടുവന്ന ആ ബ്രെഡൊക്കെ കഴിച്ചു. ഓക്കെ, റോഡ് സൈഡ് ഇൻ ദ ഷെയ്ഡ് ഓഫ് എ വിസ്പറിങ് പൈൻ. അതെന്ന് വെച്ചാൽ പൈൻ മരങ്ങളുണ്ട് കണ്ടോ, ഇതൊക്കെയാണ് പൈൻ മരങ്ങൾ. നേരത്തെ നമ്മൾ കണ്ടില്ലേ ആ സൂചിക്കുത്ത് പോലെയുള്ള ഇല. അപ്പോൾ പൈൻ മരങ്ങളുടെ തണലിലിരുന്ന് അവർ അന്ന് കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ചു. ആൻഡ് ഡ്രാങ്ക് ഫ്രം എ സ്പ്രിങ്. സ്പ്രിങ് എന്ന് പറഞ്ഞാൽ ചെറിയ അരുവി. നാച്ചുറലി ഇങ്ങനെ ഈ എന്താ പറയുക, വയനാട്ടിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് മലയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ ചെറിയ കുറച്ച് വെള്ളം വരില്ലേ, അതിനെയാണ് സ്പ്രിങ് എന്ന് പറയുക. അപ്പോൾ അവിടെ നിന്നുള്ള ഒരു അരുവിയിൽ നിന്ന് അവർ വെള്ളം കുടിച്ചു. ബൈ ലേറ്റ് ആഫ്റ്റർനൂൺ ദേ വെയർ ഡയറക്ട്ലി എബവ് നെയിൻ. അങ്ങനെ അവരൊരു കുന്നിൻ്റെ മുകളിൽ കൂടിയല്ലേ പോകുന്നത്. അപ്പോൾ ഒരു ഉച്ചയാവാറാവുമ്പോൾ അല്ലെങ്കിൽ ഏകദേശം ഒരു ഉച്ച കഴിയാറാവുമ്പോഴേക്ക് അവർ എവിടെ എത്തി? നെയിനിലെത്തി. ഓക്കെ, വി ആർ ഓൾമോസ്റ്റ് ദേർ, നമ്മൾ ഏകദേശം അവിടെ എത്തിയിട്ടുണ്ട്. സെഡ് മണി. ഐ ക്യാൻ സീ ദ ടെമ്പിൾ നിയർ അങ്കിൾസ് ഹൗസ്. അപ്പം മാമൻ്റെ വീടുണ്ട് നെയിനിൽ. അപ്പം അങ്കിളുടെ വീടിൻ്റെ അടുത്തുള്ള ആ ടെമ്പിൾ, ആ അമ്പലം എനിക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ഐ കാൻ സീ എനിത്തിങ് സെഡ് ഗ്രാനി. അപ്പം ഗ്രാനി എന്താ പറയണേ? എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ദാറ്റ്സ് ബിക്കോസ് ഓഫ് ദ മിസ്റ്റ്. അതെന്തുകൊണ്ടാണെന്നാണ് പറയണേ? അവിടെ മഞ്ഞുണ്ട്. ഓക്കെ, ദർ ഇസ് തിക്ക് മിസ്റ്റ് കമ്മിങ് അപ്പ് ദ വാലി. ആ താഴ്വരയിൽ നിന്ന് എന്ത് വരുന്നുണ്ട്? ഒരു നല്ല മഞ്ഞ് വരുന്നുണ്ട്. ഓക്കെ, യെസ്, ഡൺ. It began raining heavily as they entered the small market town. അപ്പോൾ അവരെവിടെ എത്തി? നെയിനിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നെയിൻ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയപ്പോഴേക്കും നല്ല മഴ പെയ്യാൻ വേണ്ടി തുടങ്ങി. ഓക്കെ, ഓൺ ദ ബാങ്ക്സ് ഓഫ് ദ റിവർ. അപ്പോൾ മാർക്കറ്റിൽ ബാങ്ക്സ് ഓഫ് ദ റിവർ എന്ന് പറഞ്ഞാൽ ആ റിവറിൻ്റെ അരികിൽ, ഓക്കെ, റിവറിൻ്റെ തീരം എന്നൊക്കെ പറയാം. ആ പുഴയുടെ തീരത്ത് എത്തിയപ്പോഴേക്കും നല്ല ഹെവി മഴ, ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ പെയ്യുന്ന മഴയില്ലേ, അതേപോലെ ഹെവി മഴ പെയ്യാൻ തുടങ്ങി. ഓക്കെ, ഗ്രാനീസ് അംബ്രല്ല വാസ് ലീക്കിംഗ് ബാഡ്ലി. അപ്പോൾ ഗ്രാനി ആകെ കയ്യിലെടുത്തത് എന്താ? ഒരു തുണിസഞ്ചിയും ഒരു കുടയും. അപ്പോൾ ഇത് പിടിച്ചു പോകുമ്പോൾ എന്താണ്, ഗ്രാനിയുടെ കുട ഇങ്ങനെ ലീക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ലീക്ക് ചെയ്യുന്ന, ചോരി ഒലിക്കുന്ന കുടയാണ് നമ്മുടെ ഗ്രാനി എടുത്തത്. ബട്ട് ദേ വേ സൂൺ ഡ്രൈയിങ് ദംസെൽസ് ഇൻ ദ അങ്കിൾസ് ഹൗസ്. അപ്പോൾ അങ്കിളുടെ വീട് എത്താറായപ്പോഴേക്കും എന്ത് ചെയ്യാൻ തുടങ്ങി? ആ കുടയൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഡ്രിങ്കിങ് ഗ്ലാസ് ഓഫ് ഹോട്ട് ആൻഡ് സ്വീറ്റ് മിൽക്കി ടീ. അപ്പോൾ അങ്കിളുടെ വീട്ടിലെത്തിയപ്പോൾ എന്താണ്, അവർ നല്ല ചൂടുള്ള പാൽച്ചായയൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നല്ല മഴയുള്ള സമയത്ത് ഒരു ചൂട് ചായ ഒക്കെ കുടിച്ചിരിക്കാൻ നല്ല രസമല്ലേ. അപ്പോൾ അതേപോലെ അങ്കിളുടെ വീട്ടിലെത്തിയിട്ട് ഗ്രാനിയും അതുപോലെ തന്നെ മണിയും എന്ത് ചെയ്യാണ്? ആ ഒരു ചൂട് ചായയൊക്കെ കുടിച്ചിരിക്കുകയാണ്. മണി ഗോട്ട് അപ്പ് ഏർലി ഇൻ ദ നെക്സ്റ്റ് മോർണിംഗ്. അപ്പോൾ അന്ന് രാത്രി അവർ അവിടെ നിന്നു. എന്നിട്ട് അടുത്ത ദിവസം രാവിലെ തന്നെ മണി എഴുന്നേറ്റു. എന്തിനാ? റാൻ ഡൗൺ ദ നാരോ സ്ട്രീറ്റ് ടു ബാത്ത് ഇൻ ദ റിവർ. അപ്പോൾ അങ്കിളുടെ വീട്ടിനടുത്ത് എന്താണ്, അവിടെ ഒരു പുഴയുണ്ട്. ആ പുഴയിൽ കുളിക്കാൻ വേണ്ടിയിട്ട് മണി എന്ത് ചെയ്തു? അതിരാവിലെ എണീറ്റു. ആസ് മണി ഡ്രസ്ഡ്, അപ്പോൾ മണി കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് ഇട്ട സമയത്ത് ഹീ ഹേർഡ് ദ ബ്ലെയർ ഓഫ് ബസ് ഹോൺ. ബ്ലെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹാർഷായിട്ടുള്ള വലിയൊരു സൗണ്ടാണ്. ബസ്സിൻ്റെ ഹോൺ അടിയില്ലേ, അതേപോലത്തെ ഒരു സൗണ്ട് മണി കേട്ടു. There was only one bus to Missouri. അപ്പോൾ ഇവർക്ക് മസൂരിയിലേക്ക് പോകണം. ഇവരിപ്പോൾ നെയിനിലാണുള്ളത്. അപ്പോൾ അന്ന് രാവിലെ ഇവർക്ക് ബസ്സിന് പോകേണ്ടതാണ്. മണി എവിടെയാണ് ഉള്ളത്? ആ പുഴയരികിൽ കുളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ഹോണ് കേട്ടപ്പോൾ മണി ആകെ ഞെട്ടി. കാരണം എന്താണ്, ആകെ ഒറ്റ ബസ് മാത്രമേ എവിടേക്കുള്ളൂ? മസൂരിയിലേക്കുള്ളൂ. ഓക്കെ, ഹീ സ്കാമ്പേർഡ് അപ്പ് ദ സ്ലോപ്പ്. സ്കാമ്പേർഡ് എന്ന് പറഞ്ഞാൽ സ്പീഡിൽ ഓടുക. അപ്പോൾ ഒരു ചെരിവാണ്, ആ ചെരിവ് ഇങ്ങനെ സ്പീഡിൽ മണി ഓടി. വണ്ടറിങ് ഇഫ് ദേ ഹാഡ് മിസ് ഇറ്റ്, അത് മിക്കവാറും മിസ്സാവും ആ ബസ് എന്ന് കരുതിയിട്ട് ഇങ്ങനെ സ്പീഡിൽ ഓടുകയാണ്. ബട്ട് ഗ്രാനി വാസ് വെയിറ്റിംഗ് ഫോർ ഹിം അറ്റ് ദ ബസ് സ്റ്റോപ്പ്. പക്ഷേ നമ്മുടെ മണീനേക്കാൾ എത്രയോ സ്പീഡാണ് ഗ്രാനി. ഗ്രാനി എന്തോ ചെയ്തുകൊണ്ടിരിക്കുക? ബസ് സ്റ്റോപ്പിൽ മണിയും വരുന്ന വെയിറ്റ് ചെയ്തിരിക്കുക.
ഷീ ഹാഡ് ഓൾറെഡി ബോട്ട് ദ ടിക്കറ്റ്സ്. ടിക്കറ്റ് വരെ എടുത്തു അല്ലേ. ശരിക്കും മണി എന്താ വിചാരിച്ചു, ഇനി വീട്ടിൽ പോയിട്ട് അമ്മാമേനെയും കൂട്ടിയിട്ട് വന്ന് ബസ് സ്റ്റോപ്പിൽ വന്നിട്ട് വേണം ടിക്കറ്റ് എടുത്തിട്ട് വേണം പോവാൻ. അപ്പോഴേക്ക് ഞങ്ങൾക്ക് എന്തായാലും ഈ ബസ് മിസ്സാവും എന്ന് കരുതിയിരിക്കുമ്പോൾ ബസ് സ്റ്റോപ്പിൽ ആരുണ്ട്? ഗ്രാനി മണീനെയും കാത്ത് ടിക്കറ്റ് വരെ എടുത്തിരിക്കുന്നുണ്ട് അല്ലേ. ആരാ സൂപ്പർ? ഗ്രാനി ആണോ സൂപ്പർ, മണിയാണോ സൂപ്പർ? നിങ്ങൾ ആരാ ഭാഗത്താ? നിങ്ങൾക്ക് ഗ്രാനീനെ ആണോ ഇഷ്ടമായത്, മണീനെ ആണോ ഇഷ്ടമായത്? യെസ്, ആരാ സൂപ്പർ? ആരാ? ഗ്രാനി അല്ലേ. നോക്കിയാ മണി കുളിക്കാനൊക്കെ പോയി റിലാക്സ്ഡ് ആയി വരുമ്പോഴേക്ക് ആളെഴുത്തി അവളെ ബസ് സ്റ്റോപ്പിൽ ടിക്കറ്റ് വരെ എടുത്ത് നിൽക്കുകയാണ്. ഓക്കെ, ദെൻ ഷീ ഹാഡ് ഓൾറെഡി ബോട്ട് ദിയർ ടിക്കറ്റ്സ്. ദ ബസ് വാസ് ഓൾഡ് ആൻഡ് റിക്കറ്റി. എന്ന് വെച്ചാൽ ബസ് ഭയങ്കര പാട്ട ബസ്സാണ്. പാട്ട ബസ് എന്ന് വെച്ചാൽ പൊട്ടിപ്പൊളിയാറായ ബസ്സാണ്. റിക്കറ്റി എന്ന് പറഞ്ഞാൽ പരിക്കൻ, പരപരുത്ത ഇങ്ങനെ തുരുമ്പ് പിടിച്ച ബസ്സാണ്. ആൻഡ് റാറ്റിൽഡ് സോ മച്ച് ദാറ്റ് ദ പാസഞ്ചർ കുഡ് ബെയർലി ഹിയർ ദംസെൽസ് സ്പീക്കിംഗ്. റാറ്റിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബസ്സിൻ്റെ പാർട്സൊക്കെ ഇരുമ്പല്ലേ. അപ്പോൾ ഈ ഇരുമ്പ് പാർട്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓരോന്നപ്പോൾ കരകരാ സൗണ്ടില്ലേ. അപ്പോൾ ആ കരകരാ സൗണ്ടിലാണ് ബസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ സൗണ്ടിലാണ് ബസ് പോണത്. അപ്പോൾ ആ സൗണ്ടിൽ ഈ ബസ്സിലുള്ള പാസഞ്ചേഴ്സ് തമ്മിൽ സംസാരിക്കുന്നൊന്നും കേൾക്കാനേ പറ്റണില്ല. അങ്ങനെയാണ് എന്ത് ചെയ്യണേ, നമ്മുടെ ബസ് ഓടിക്കൊണ്ടിരിക്കണേ. പെട്ടെന്നാണ് മക്കളെ അത് സംഭവിച്ചത്. ദ ഡ്രൈവർ ഡ്രോവ് അറ്റ് സം സ്പീഡ്. കുറച്ച് സ്പീഡിൽ ഡ്രൈവർ വണ്ടി ഓടിച്ചു. ആൻഡ് വെനെവർ ഹീ വെൻറ്റ് റൗണ്ട് ദ ബെൻഡ്, അതായത് ചില സമയത്ത് വളവൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ വളക്കുമ്പോഴത്തേക്ക് പാസഞ്ചർ എല്ലാവരും കൂടി ഇങ്ങനെ ആടി ഒലയും. ഓക്കെ, എവ്രി വൺ ഇൻ ദ ബസ് വാസ് ത്രോൺ അബൌട്ട്. എല്ലാവരും ഇങ്ങനെ 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 ആടി ഒലയാണ് ഡ്രൈവർ ഇങ്ങനെ ബസ് വളയ്ക്കുമ്പോഴേക്ക്. ഓക്കെ, ഇൻ സ്പൈറ്റ് ഓഫ് ഓൾ ദ നോയ്സ് ആൻഡ് കൺഫ്യൂഷൻ. ഈ കൺഫ്യൂഷൻ്റെയും ഒച്ചയുടെ ഒക്കെ ഇടയിൽ ഗ്രാനി ഉറങ്ങി. കണ്ടോ, നമ്മുടെ മണി ഇങ്ങനെ പുറത്ത് നോക്കിക്കൊണ്ടിരിക്കുക. ഗ്രാനി എന്ത് ചെയ്യാണ്, എല്ലാവരും ഇങ്ങനെ കമ്പിയൊക്കെ പിടിച്ചിരിക്കുക. കാരണം ഈ ബസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഇവരിങ്ങനെ ഇളകി കളിക്കുക. അതിൻ്റെ ഇടയിൽ ഗ്രാനി ഉറങ്ങി. ഓക്കെ, Granny fell asleep, her head resting against Mani's shoulder. മണീൻ്റെ ഷോൾഡർ തലവെച്ച് ഗ്രാനി ഉറങ്ങി. Suddenly the bus came into a grinding halt. പെട്ടെന്ന് ബസ് ഒരു സ്റ്റോപ്പ് ഇട്ടു. ഓക്കെ, പീപ്പിൾ വെയർ ത്രോൺ ഫോർവേഡ്. എന്ന് പറഞ്ഞിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് നിർത്തിയാൽ എങ്ങനെ നമ്മളിങ്ങനെ മുന്നോട്ടേക്ക് വരില്ലേ, അതേപോലെ എല്ലാവരും ഇങ്ങനെ സീറ്റിൽ നിന്ന് മുന്നോട്ടേക്ക് വന്നു. കണ്ടോ, എല്ലാവരും ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. എന്താ പെട്ടെന്ന് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. യെസ്, ഓക്കെ. വാട്ട്സ് ഹാപ്പനിങ്, ഗ്രാനി ആസ്ക്ഡ്. ഹാവ് വി അറൈവ്ഡ്? അല്ല, എന്താ സംഭവിക്കണേ, നമ്മൾ സ്ഥലത്തെത്തിയോ എന്നൊക്കെ ഗ്രാനി ഉറക്കം ഞെട്ടിയിട്ട് ചോദിക്കുകയാണ്. എന്താ സംഭവിച്ചത്? നോ, സംതിങ് ബ്ലോക്കിംഗ് ദ റോഡ് സെഡ് മണി. അപ്പം മണി എന്താ പറഞ്ഞേ? അല്ലല്ല, നമ്മൾ എത്തിയിട്ടില്ല, റോഡിൽ എന്തോ ബ്ലോക്കാണ്. ഇറ്റ്സ് എ ലാൻഡ് സ്ലൈഡ് അല്ലേ, എക്സ്ക്ലെയിം സംവൺ. പെട്ടെന്ന് ഞെട്ടിപ്പോയി, ഇതൊരു മണ്ണിടിച്ചിലാണ് ആരോ പറഞ്ഞു. And all the passengers put their heads out of the window to take a look. എല്ലാവരും എന്താണ്, ബസ്സിൽ നിന്ന് ഇങ്ങനെ തലയിട്ട് നോക്കുകയാണ്. തലയിട്ട് നോക്കുമ്പോൾ എന്താ കണ്ടത്? മണ്ണിടിഞ്ഞ് വരികയാണ്. ഇവരൊരു കുന്നിൻ്റെ അടുത്ത് കൂടെയാണ് പോകുന്നത്. അപ്പോൾ എന്താ, മണ്ണിങ്ങനെ ഇടിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും തലയിട്ട് നോക്കിയപ്പോൾ കണ്ടത് ഞെട്ടിപ്പോയി. ഓക്കെ, ഇറ്റ് വാസ് എ ബിഗ് ലാൻഡ് സ്ലൈഡ്. അതൊരു വലിയ മണ്ണിടിച്ചിലായിരുന്നു. Earth, trees and bushes had given away and come crashing down. അല്ലേ, മുകളിൽ നിന്ന് എന്തൊക്കെയാണ് വരുന്നത്? മണ്ണും മരവും വലിയ ബുഷസും എല്ലാം ഇങ്ങനെ ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴത്തേക്ക് തകർന്ന് വരികയാണ്. ക്രാഷിംഗ് ഡൗൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തകർന്ന് വരികയാണ്. ഓക്കെ, കംപ്ലീറ്റ്ലി ബ്ലോക്കിംഗ് ദ റോഡ്. കണ്ടോ, റോഡ് കംപ്ലീറ്റ് ബ്ലോക്ക് ആയിരിക്കുകയാണ്. ഓക്കെ, nor was it over yet. ഇതുവരെ തീർന്നിട്ടില്ല. ഡെബ്രിസ് വാസ് സ്റ്റിൽ ഫാളിങ്. ഡെബ്രിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവശിഷ്ടങ്ങൾ. അപ്പോൾ ഈ മുകളിൽ നിന്ന് മണ്ണിടിഞ്ഞ് വരുന്ന അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഇങ്ങനെ വീണുകൊണ്ടേ ഇരിക്കുകയാണ്. മണി സോ റോക്സ് ഹോട്ട്ലിംഗ് ഡൗൺ ദ ഹിൽ. ഹോട്ട്ലിംഗ് എന്ന് പറഞ്ഞാൽ ഹൈ സ്പീഡിൽ ഇങ്ങനെ ഉരുണ്ടുരുണ്ടുരുണ്ട് വരുന്നതിനാണ് ഹോട്ട്ലിംഗ് എന്ന് പറയും. അപ്പം മണി എന്താ കണ്ടത്? വലിയ വലിയ പാറ കഷ്ണങ്ങൾ മുകളിൽ നിന്ന് ഇങ്ങനെ ഉരുണ്ടുരുണ്ട് വരികയാണ്. ഓക്കെ, ആൻഡ് ഹിൽ ഡൗൺ ദ ഹിൽ ആൻഡ് ഇൻടു ദ റിവർ. അപ്പോൾ പുഴയിലേക്ക് വീഴാണ്. വലിയ മലയുടെ മുകളിൽ നിന്ന് മണ്ണിടിഞ്ഞ് പാറക്കൂട്ടങ്ങളെല്ലാം എങ്ങോട്ടേക്ക് വീഴാണ്? താഴേക്ക് നമ്മുടെ പുഴയിലേക്ക് വീഴാണ്. നോട്ട് എ സ്യൂട്ടബിൾ പ്ലേസ് ഫോർ എ ബസ് സ്റ്റോപ്പ്. ആരാ പറയുന്നത്? ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ ഗ്രാനി പറയാം, ഇത് ബസ് നിർത്താൻ പറ്റിയ സ്ഥലമല്ല. ഒബ്സർവ്ഡ് ഗ്രാനി ഹു കുഡൻ സീ എനിത്തിങ്. ഒന്നും കാണാത്ത ഗ്രാനി പറയാം, ഇത് ബസ് നിർത്താൻ പറ്റിയ സ്ഥലമല്ല. പിന്നെയോ, even as she spoke
A shower of stones and small rocks came clattering down on the roof of the bus. ഞാൻ ഇത് പറഞ്ഞേ ഉള്ളൂ അല്ലേ, ഗ്രാനി എന്താ പറഞ്ഞത്, ഇത് ബസ് നിർത്താൻ പറ്റിയ സ്ഥലമല്ല എന്ന് പറഞ്ഞതും കുറേ അയ്യോ ഉണ്ടോ മിസ്സിൻ്റെ കയ്യിൽ നിന്ന് വരെ വീണു. ഇതേപോലെ കുറേ പാറക്കൂട്ടങ്ങൾ എങ്ങോട്ടേക്ക് വീണു, നമ്മുടെ ബസ്സിൻ്റെ റൂഫിലേക്ക് വീണു. പാസഞ്ചേഴ്സ് ക്രൈഡ് ഔട്ട് ഇൻ അലാം. എല്ലാവരും ഒച്ചയും വിളിയിട്ട് കരയാൻ വേണ്ടി തുടങ്ങി. അയ്യോ 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 എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. ഓക്കെ, ദ ഡ്രൈവർ ബിഗാൻ റിവേഴ്സിങ് ആസ് മോർ റോക്സ് കെയിം ക്രാഷിംഗ് ഡൗൺ. അപ്പോൾ ഡ്രൈവറിന് മനസ്സിലായി ഇതിവിടെ നിർത്താൻ പറ്റില്ല. വേഗം എന്ത് ചെയ്തു, വണ്ടി റിവേഴ്സ് എടുത്തു, ബാക്കോട്ടേക്ക് പോയി. ഇനിയും പാറക്കൂട്ടങ്ങൾ വരുന്നതിന് മുമ്പ് വണ്ടി റിവേഴ്സ് എടുത്തു. I never did trust motor roads. ഞാൻ ഈ റോഡുകളെ വിശ്വസിക്കേയില്ല, ഗ്രാനി പറയാണ്. The driver kept backing until they were well away from the landslide. അപ്പം മണ്ണിടിച്ചിലിൻ്റെ സ്ഥലത്ത് നിന്ന് കുറേ ബാക്കോട്ടേക്ക് എന്ത് ചെയ്തു, ഡ്രൈവർ വണ്ടി എടുത്തു. ഓക്കെ, then everyone tumbled out of the bus. ആക്ച്വലി ടംബിൾ എന്ന് പറഞ്ഞാൽ വീണു, കൊളാപ്സ്ഡ് എന്നൊക്കെയാണ് മീനിങ്. ഇവിടുത്തെ മീനിങ് എന്ന് പറഞ്ഞാൽ എല്ലാവരും പേടിച്ചിറങ്ങി എന്നുള്ളതാണ്. then everyone tumbled out of the bus. they could tell it would take days to clear the road. അപ്പോൾ അവർക്ക് മനസ്സിലായി ഈ റോഡിലെ തടസ്സമൊക്കെ മാറിയിട്ട് ഇനി മസൂരിയിലേക്ക് പോകാൻ കുറേ ദിവസം എടുക്കുമെന്ന് അവർക്ക് മനസ്സിലായി. ഇനിയോ, മോസ്റ്റ് ഓഫ് ദ പാസഞ്ചേഴ്സ് ഡിസൈഡഡ് ടു റിട്ടേൺ ടു നെയിൻ വിത്ത് എ ബസ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു നമുക്ക് നെയിനിലേക്ക് തിരിച്ചു പോകാം, നമുക്ക് മസൂരി എത്താൻ പറ്റില്ല, നമുക്ക് റിട്ടേൺ പോവാമെന്ന് പറഞ്ഞു. ബട്ട് എ ഫ്യൂ ബോൾഡ് സ്പിരിറ്റ് എഗ്രി ടു വാക്ക് ടു മസൂരി. പക്ഷേ കുറച്ച് ധൈര്യമുള്ള ആൾക്കാരെന്താണ്, അവർ പറഞ്ഞു നമുക്ക് മസൂരിയിലേക്ക് നടക്കാം. taking a shortcut up the mountain which would pass by the landslide. അപ്പോൾ which would bypass the landslide എന്ന് വെച്ചാൽ കുറച്ച് ആൾക്കാർ പറഞ്ഞു നമുക്ക് റിട്ടേൺ പോവാം, നമ്മളിവിടെ നിന്നിട്ട് കാര്യമില്ല, ഈ റോഡിലെ ഈ ബ്ലോക്ക് മാറാൻ കുറേ ദിവസം എടുക്കും, കാരണം മണ്ണിടിച്ചിലല്ലേ, ഇതെല്ലാം മാറ്റണ്ടേ. അപ്പോൾ കുറച്ച് ധൈര്യമുള്ള ആൾക്കാർ എന്താ പറഞ്ഞേ, നമുക്ക് മസൂരിയിലേക്ക് നടക്കാം, ഈ മലയുടെ മുകളിൽ കൂടെ പോയാൽ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, അപ്പോൾ ഈ ലാൻഡ് സ്ലൈഡ് നമുക്ക് ബൈപ്പാസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇത് മറികടക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഷോർട്ട് കട്ട് വഴിതാ വെച്ച് കാണിച്ചു തരാം. ഇങ്ങനെയാണെന്ന് കരുതാം. എങ്ങനെ, ഇതാ ഇവിടെയാണ് മണ്ണിടിച്ചിൽ, ചുക്ക് ചുക്ക് ചുക്ക്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ബസ്. അപ്പോൾ ഇവർ പറഞ്ഞു നമുക്ക് ഈ മലയുടെ മുകളിൽ കൂടി ഒരു ഷോർട്ട് കട്ട് എടുത്താൽ ഇതുവഴി പോകാതെ ഇവിടെ എത്താം. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, ഷോർട്ട് കട്ടാണ്, വിച്ച് വുഡ് ബൈപ്പാസ് ദ ലാൻഡ് സ്ലൈഡ്. മനസ്സിലായോ, നമുക്ക് ഈ ലാൻഡ് സ്ലൈഡ് ബൈപ്പാസ് ചെയ്തിട്ട് അപ്പുറത്ത് എത്താമെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നോക്കിക്കേ, മണി ലുക്ക്ഡ് അറ്റ് ഗ്രാനി. ഷാൽ വി ഗോ ബാക്ക്. അപ്പം മണിക്ക് ആകെ കൺഫ്യൂഷനായി അല്ലേ, നമുക്ക് തിരിച്ചു പോയാലോ, ഗ്രാനിനോട് ചോദിക്കുകയാണ് നമുക്ക് തിരിച്ചു പോയാലോ. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ മക്കളെ? മിസ് ഇതേ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള വാക്കുകളുടെ മീനിങ് ഇവിടെ താഴെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയും ക്ലിയർ ആണെങ്കിൽ എൻ്റെ കുട്ടികൾ ചാറ്റിൽ മിസ്സിന് കുറച്ച് ചോക്ലേറ്റ് തരാവോ, മിസ് കുറച്ച് വെള്ളം കുടിക്കട്ടെ. ഇത്രയും ക്ലിയർ ആണെങ്കിൽ കുറച്ച് ചോക്ലേറ്റ് തരാവോ? ആഹാ, അടിപൊളി. യെസ്, അപ്പോൾ അവരിങ്ങനെ തിരിച്ചു പോവാമെന്ന് മണി ഗ്രാനിയോട് ചോദിച്ചപ്പം ഗ്രാനി എന്താ പറഞ്ഞത്, ഇറ്റ്സ് ഓൺലി 10 miles, ഇതാകെ 10 മൈലേ ഉള്ളൂ. സെഡ് ഗ്രാനി, വി ഡിഡ് ദാറ്റ് യെസ്റ്റർഡേ, ഇന്നലെ നമ്മൾ നടന്ന അത്രയും ദൂരേ ഉള്ളൂ, ഇന്നലെ നമ്മൾ നടന്നില്ലേ, അത്രേ ഉള്ളൂ. ഓക്കെ, സോ ദേ സ്റ്റാർട്ടഡ് ക്ലൈംബിങ് എ നാരോ പാത്ത്. അപ്പോൾ അവർ ചെറിയൊരു ഇടുങ്ങിയ വഴിയിലൂടെ എന്ത് ചെയ്യാൻ തുടങ്ങി, മല കയറാൻ. ഹായ്, നിറയെ ചോക്ലേറ്റ്. അവർ മല കയറാൻ വേണ്ടി തുടങ്ങി. ആൻഡ് ബൈ ദ ടൈം ദേ ഗോ ടു ദ ടോപ്പ് ഓഫ് ദ മൗണ്ടൻ. അവരെവിടെ എത്തി മക്കളെ, നടന്ന് 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 വലിയ മലയുടെ മുകളിലെത്തി. ഓക്കെ, ഗ്രാനി ആൻഡ് മണി വെയർ ഓൺ ദിയർ ഓൺ. അപ്പോൾ അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദിയർ വില്ലേജ് വാസ് ഹിഡൻ ബൈ ദ റേഞ്ച് ടു ദ നോർത്ത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മലയുടെ മുകളിൽ നിന്ന് അവരുടെ വില്ലേജ് നോക്കുകയാണെങ്കിൽ അത് ഏതോ അറ്റത്ത് ഒരു പൊടി പോലെ കാണാനുള്ളൂ. ഓക്കെ, ഫാർ ബിലോ റഷ് ദ റിവർ അല്ലേ, ദൂരെ താഴെ എന്താണ്, ആ പുഴ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ റഷ് ചെയ്ത് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഫാർ അബോവ് സർക്കിൾഡ് ഗോൾഡൻ ഈഗിൾ, മുകളിൽ എന്താണ്, ആ പരുന്ത് ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നുണ്ട്. കാരണം ഇവർ മലമുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ വലിയ പുഴ ഇങ്ങനെ താഴേക്ക് ഒഴുകുന്നുണ്ട്. അവരുടെ ഗ്രാമം ഏതോ ചെറിയ സൈഡിലാണ്, തൊട്ട് മുകളിലായിട്ട് പരുന്ത് ഇങ്ങനെ പറക്കുന്നതും കാണുന്നുണ്ട്. ഓക്കെ, ഡിഡ് യു ബ്രിങ് എനി ഫുഡ് ഫ്രം അങ്കിൾസ് ഹൗസ്. അപ്പം നമ്മുടെ മണിക്ക് വിശക്കാൻ തുടങ്ങി. അപ്പം മണി എന്താ ചോദിക്കണേ, അമ്മാവ അങ്കിളുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ടോ? ആസ്ഡ് മണി.
നാച്ചുറലി, സ്വാഭാവികം, ഞാൻ കൊണ്ടുവരാതിരിക്കോ? ഓക്കെ, സെഡ് ഗ്രാനി. ഐ ന്യൂ യു വുഡ് ഹാവ് സൂൺ ബി ഹംഗ്രി. നിനക്ക് നേരത്തെ തന്നെ വിശക്കുമെന്ന് എനിക്കറിയാം, ഞാൻ എന്തായാലും ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, റിവർ മിസ്. യെസ്, ദ റഷ് ദ റിവർ. അതല്ലേ പറഞ്ഞത്, മാറിപ്പോയോ? ഓക്കെ, യെസ്. ഐ ന്യൂ യു വുഡ് ഹാവ് സൂൺ ബി ഹംഗ്രി. നിനക്ക് പെട്ടെന്ന് വിശക്കുമെന്ന് എനിക്കറിയാം. ദർ ആർ പക്കോറ. പക്കോറ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പലഹാരത്തിനെയാണ് പക്കോറ എന്ന് പറയാം കേട്ടോ. നമ്മുടെ അവിടെ ചിലപ്പോൾ പക്വട എന്നൊക്കെ പറയുമായിരിക്കും. നാനി എന്ത് കൊണ്ടുവന്നിട്ടുണ്ട്? പക്കോറ കൊണ്ടുവന്നിട്ടുണ്ട്. പീച്ചസ് ഫ്രം അങ്കിൾസ് ഗാർഡൻ. അങ്കിളുടെ ഗാർഡനിൽ നിന്ന് പീച്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ബൺസ് കൊണ്ടുവന്നിട്ടുണ്ട്. ബ്രെഡില്ലേ, അതിൻ്റെ ബണ്ണ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ നാനി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അങ്കിളുടെ ഗാർഡനിൽ. കാരണം നാനിക്കറിയാം മണിക്ക് വിശക്കുന്നു. ഓക്കെ, ഗുഡ് സെഡ് മണി. അത് നന്നായി, മണി പറയാണ്. ഫോർഗെറ്റിംഗ് ഹിസ് ടയർഡ്നെസ്. അവൻ്റെ ക്ഷീണമൊക്കെ മറന്നു. ഭക്ഷണം കണ്ടപ്പോഴത്തേ അവൻ്റെ ക്ഷീണമൊക്കെ മറന്നു. വി വിൽ ഈറ്റ് ആസ് വി ഗോ അലോങ്. നമ്മൾ പോകുന്ന വഴിയിൽ നമുക്കിത് കഴിക്കാം. വി വിൽ സ്റ്റോപ്പ് വെൻ യു ആർ ടയർഡ് ഗ്രാനി. ഓക്കെ, നമുക്കിത് നടന്നുകൊണ്ട് കഴിക്കാം. ഗ്രാനിക്ക് ക്ഷീണം വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? റെസ്റ്റ് എടുക്കാം. ഓ, ഐ ക്യാൻ വാക്ക് ഫോർ എവർ. എനിക്ക് എത്ര ദൂരം വേണമെങ്കിൽ നടക്കാൻ പറ്റും. സെഡ് ഗ്രാനി ലാഫിങ്. ചിരിച്ചുകൊണ്ട് ഗ്രാനി പറയാം, എനിക്കങ്ങനെ ക്ഷീണമൊന്നും വരില്ല, എനിക്ക് എത്ര ദൂരം വേണമെങ്കിലും നടക്കാൻ പറ്റും. ഓക്കെ, ഓ ഐ ക്യാൻ വാക്ക്. മൈക്കിന് എന്ത് പറ്റി? മൈ ക്രഷ് കുഡ് ദിസ്. വോയിസ് മിസ്. എന്താ പറ്റിയത്? മൈക്ക് പോയോ? കേൾക്കുന്നുണ്ടോ? ഇപ്പോഴും കേൾക്കുന്നില്ല? ഹലോ ഹലോ, ഒരു കരകരപ്പൻ സൗണ്ട് ഉണ്ടല്ലേ, എന്താണാവോ? ഹെയറിൻ്റെ അല്ല. ഹലോ ഹലോ ഹലോ, ഇപ്പോഴോ? ഇപ്പം കേൾക്കാവോ? ഹലോ, ഇപ്പോഴോ? ഇപ്പം കേൾക്കാവോ? ഹലോ, ഇപ്പോഴോ? ഇപ്പം കേൾക്കാവോ? ഹലോ, ഇപ്പോഴോ? ഇപ്പം കേൾക്കാവോ? ഇപ്പം ഫിക്സ് ആയോ? മിസ് മുടി ബാക്കോട്ടേക്ക് വെക്കാം. ഓക്കെ, ചെറിയ എക്കോ ഉണ്ടെന്ന് മിസ്സിന് മനസ്സിലായി. പക്ഷേ നമുക്കിപ്പോൾ ഇത് മിസ്സിന് ആക്ച്വലി ഇതെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്തിട്ട് മിസ് ക്ലാസ് കഴിഞ്ഞിട്ട് മിസ് ഇത് ചെക്ക് ചെയ്യാം. ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാവോ? എക്കോ വരുന്നുണ്ടെന്ന് മിസ്സിന് മനസ്സിലായി. ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാവോ? ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാവോ? എക്കോ വരുന്നുണ്ടെന്ന് മിസ് ഇത് ചെക്ക് ചെയ്യാം. ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാവോ? ഓക്കെ, യെസ്, ഓക്കെ. അപ്പം മണിക്ക് ഭയങ്കര സന്തോഷമായി. എന്ത് കണ്ടപ്പോൾ? ഫുഡ് കണ്ടപ്പോൾ. ഓക്കെ, വി വിൽ ഈറ്റ് ആസ് വി ഗോ അലോങ്. നമ്മൾ നടന്നുകൊണ്ട് പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇത് കഴിച്ചുകൊണ്ട് പോവാം. വി വിൽ സ്റ്റോപ്പ് വെൻ യു ആർ ടയേർഡ്. ഗ്രാനിക്ക് ക്ഷീണം വരുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഗ്രാനി എന്താ പറയുന്നത്? ഓ ഐ ക്യാൻ വാക്ക് ഫോർ എവർ. എനിക്ക് എത്ര ദൂരം വേണമെങ്കിലും നടക്കാം. ഞാൻ ഈ ചിരിച്ചുകൊണ്ട് പറയാണ്. ഓക്കെ, ബട്ട് നോട്ട് ഇഫ് ഇറ്റ് ഈസ് റെയിനിങ്. പക്ഷെ മഴ പെയ്താൽ പറ്റില്ല. കാരണം എന്താണ്? നമ്മുടെ കുട ലീക്കിംഗ് അല്ലേ. പക്ഷെ മഴ പെയ്ത് കഴിഞ്ഞാൽ പറ്റില്ല എന്ന് പറയാണ്. ഡൗൺ അഗെയിൻ ദേ വെൻറ്റ്. പിന്നെയും അവരെന്ത് ചെയ്തു? താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. ആൻഡ് അപ്പ് നെക്സ്റ്റ് മൗണ്ടെയിൻ. അപ്പോൾ ഓൾറെഡി ഒരു കുന്ന് കയറി താഴേക്ക് ഇറങ്ങി, വീണ്ടും അടുത്ത കുന്ന് കയറാണ്. ആൻഡ് ഓവർ ബെയർ വിൻഡ് സ്വെപ്റ്റ് ഹിൽ സ്ലൈഡ്സ്. അപ്പോൾ എന്താണ്? അവരൊരു മലത്തിൻ്റെ മുകളിൽ എത്തിയ സമയത്ത് ഭയങ്കര കാറ്റൊക്കെ വീശാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആൻഡ് അപ്പ് ത്രൂ എ ഡാർക്ക് ഗ്ലൂമി ഡിയോഡർ ഫോറസ്റ്റ്. ഡിയോഡർ എന്ന് പറഞ്ഞാൽ ദേവദാരു ആണ്. അപ്പോൾ ദേവദാരു മരങ്ങളുടെ ഒരു കൂട്ടം ഫോറസ്റ്റിലൂടെയാണ് എന്ത് ചെയ്യണത്? ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. Okay, and then just as it was getting dark, they saw the lights of Missouri twinkling ahead of them. അപ്പോൾ ഇങ്ങനെ ഇരുട്ട് കൂടി വരുമ്പം അവരെന്ത് കണ്ടു? ഒരു സ്ഥലത്ത് ഇങ്ങനെ ലൈറ്റ് കണ്ടു. അതായത് അവരെവിടെ എത്തിയിട്ടുണ്ട്? മസൂരിയിൽ എത്തിയിട്ടുണ്ട്.
ഓക്കെ, അവർ മസൂരിയിലെത്തി. ആസ് ദേ കെയിം നിയറർ, അപ്പോൾ അവർ അടുത്തടുത്തേക്ക് പോകും തോറും ലൈറ്റ് ഇൻക്രീസ്ഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു ടൗണിലെത്തിയപ്പം ആ ടൗണിലുള്ള ലൈറ്റ് ഇങ്ങനെ അവർ കാണാൻ തുടങ്ങി. അൺടിൽ പ്രസൻ്റ്ലി ദേ വെയർ ഇൻ ദ ബ്രൈറ്റ്ലി ലിറ്റ് ബസാർ. ഓക്കെ, അപ്പോൾ ലൈറ്റിനടുത്തേക്ക് അവർ ആ ബസാറിൻ്റെ അടുത്തേക്ക് പോകുന്തോറും ലൈറ്റ് എന്ത് ചെയ്യാണ്, കൂടി വരികയാണ്. ജോസിൽഡ് ഇൻ ദ ക്രൗഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്രൗഡ് ഭയങ്കര തിരക്കായിരുന്നു. ഓക്കെ, ജോസിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്രൗഡിനിടയിൽ അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ തിരക്കി പോവില്ലേ. അപ്പോൾ അങ്ങനെ പോകുന്നതിനിടയ്ക്ക് ഗ്രാനി കെപ്റ്റ് വൺ ഹാൻഡ് ഫേംലി ഓൺ മണീസ് ഷോൾഡർ. അപ്പോൾ ഗ്രാനിക്ക് ഒന്നാമത് തീരെ കണ്ണ് കാണില്ല. അവിടെയാണെങ്കിൽ ഫുൾ തിരക്കിൽ ആൾക്കാർ ഇങ്ങനെ തിരക്കിലും പോകുമ്പോൾ കുട്ടികളെ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഗ്രാനി എന്ത് ചെയ്തു, മണീൻ്റെ ഷോൾഡറിൽ ഇങ്ങനെ മുറുകെ പിടിച്ചു. ഓക്കെ, സോ ദാറ്റ് ഷീ ഡിഡ് നോട്ട് ലോസ് ഹിം, അവനെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മുറുകെ പിടിച്ചു. ദേ ആസ്ക്ഡ് അറൗണ്ട് ഫോർ ദ ചീപ്പസ്റ്റ് ഹോട്ടൽ. അപ്പോൾ ഇവരുടെ കയ്യിലാകെ അച്ഛൻ കൊടുത്ത 100 രൂപയും ഗ്രാനിയുടെ കയ്യിലുള്ള 50 രൂപയുള്ളൂ. അപ്പോൾ അവർ ചോദിച്ചു ഇവിടെ ഏത് ചീപ്പായിട്ടുള്ള ഹോട്ടലുണ്ടോ. ബട്ട് ദേ വെയർ നോ ചീപ്പ് ഹോട്ടൽസ്, അപ്പം വില കുറവുള്ള ഒരു ഹോട്ടലും ഇല്ല. സോ ദേ സ്പെൻഡ് ദ നൈറ്റ് ഇൻ ദ ധർമ്മശാല അഡ്ജോയിനിങ് ദ ടെമ്പിൾ. അപ്പോൾ അമ്പലത്തിനോട് ചേർന്നിട്ടൊരു ധർമ്മശാല ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പൈസയൊന്നും വേണ്ട, ഫ്രീ ആയിട്ട് നിൽക്കാം. അപ്പോൾ അമ്പലത്തിനോട് ചേർന്നിട്ടുള്ളൊരു ധർമ്മശാലയിൽ അന്നത്തെ രാത്രി അവർ നിന്നു. ഇത്രയും ക്ലിയർ ആണോ മക്കളെ? അമ്പലത്തിനോട് ചേർന്നിട്ടുള്ളൊരു ധർമ്മശാല, ഇത്രയും ക്ലിയർ ആണോ? യെസ്, ഇനി നമ്മളിത് കഴിയാറായി കേട്ടോ. ഒരു 2-3 പേജും കൂടെ ഉള്ളൂ. അല്ല, 2 പേജ് ആക്ച്വലി ഉള്ളൂ. മിസ് സ്ലൈഡ് ആക്കിയപ്പോൾ 2-3 പേജ് ഉണ്ട്. ഇത്രയും ക്ലിയർ ആണോ? യെസ്, ഓക്കെ, ഡൺ. ഇനി നെക്സ്റ്റ് മോർണിംഗ്, അപ്പോൾ അന്ന് ധർമ്മശാലയിൽ നിന്നും അടുത്ത ദിവസം രാവിലെ ഇവർക്ക് എവിടെ പോകണം? ഐ ഹോസ്പിറ്റലിൽ പോകണം. അറ്റ് ദ ഐ ഹോസ്പിറ്റൽ ദേ ജോയിൻഡ് എ ലോങ് ക്യൂ ഓഫ് പേഷ്യൻസ്. എന്ന് വെച്ചാൽ എന്താ? അപ്പോൾ ഐ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ ഈ പേഷ്യൻ്റ് എന്ന് വെച്ചാൽ ക്ഷമ എന്നാണ് അർത്ഥം. ക്ഷമയോടെ നിൽക്കുന്ന ഈ പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ രോഗികൾ. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം എയർ സെർവർ പോയെന്ന് തോന്നുന്നു. നമ്മളിന്ന് ക്ലാസ് എടുക്കാൻ സമ്മതിക്കുന്നില്ലല്ലേ? അപ്പം ശരിയാക്കാം കേട്ടോ. മിസ് കണ്ടു. ഇപ്പം ശരിയാക്കാം കേട്ടോ. ഇപ്പം വന്നില്ലേ? പക്ഷെ ഇപ്പം ഒന്നും കൂടെ പോവും, നോക്കിക്കോ. ഇപ്പം ഒന്നും കൂടെ പോവും, പക്ഷെ എന്നിട്ട് വരും. ഇപ്പോൾ ഒന്നുകൂടി പോവും കേട്ടോ, പക്ഷെ ഒന്നുകൂടി വരും. ഓക്കെ, എന്നിട്ട് അവരെന്ത് നിന്നു? ആ ഒരു ക്യൂ എന്ന് പറഞ്ഞാൽ ലൈനിൽ നിന്നു. കുറേ ക്ഷമയോടെ നിൽക്കുന്ന രോഗികളുടെ കൂടെ അവർ ആ ഒരു ലൈനിൽ നിന്നു. ദ ഐ സ്പെഷ്യലിസ്റ്റ്, എ പോർട്ട്ലി മാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചിങ്ങനെ വലിയൊരാളാണ്, പക്ഷെ കുറച്ച് ഫാറ്റി ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഐ സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഐ ഡോക്ടർ. ഒരു പോർട്ട്ലി മാൻ ആണെന്ന് വെച്ചാൽ കുറച്ച് തടിച്ച് കുറച്ച് ഫാറ്റി ആയിട്ടുള്ള ഒരാളാണ്. Man in suit and the tie dealt with the patients in a brisk but a kind manner. അപ്പോൾ ഉണ്ടോ മിസ് പറഞ്ഞില്ലേ? ഒന്നുകൂടി പോകുന്നു, എനിക്ക് അറിയാതൊക്കെ. ഇപ്പോൾ വരും കേട്ടോ. ഇപ്പം വരുവേ. മാജിക്കാ വന്നോ? മാജിക്ക് വർക്കാവുന്നില്ലേ? ഒന്നുകൂടി നോക്കട്ടെ. ഒറ്റ മിനിറ്റ് കേട്ടോ, ഇപ്പം വരും. എന്താ കഥ? ഓക്കെ, ഇപ്പോൾ വന്നില്ലേ? റെഡി. ഓക്കെ, യെസ്. അപ്പോൾ ആ ഒരു പോർട്ട്ലി മാനാണ് നമ്മുടെ ഐ സ്പെഷ്യലിസ്റ്റ്. അദ്ദേഹം എന്താണ്, ഒരു സ്യൂട്ടും ഒരു ടൈയും ഒക്കെ കെട്ടിയിട്ട് എന്താണ് പേഷ്യൻസിനെ വളരെ സ്പീഡ് ആൻഡ് ആക്റ്റീവ്, ബ്രിസ്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്വിക്ക് ആൻഡ് എനർജറ്റിക് ആയിട്ട് പേഷ്യൻസിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഭയങ്കര ദയോട് കൂടിയിട്ടൊക്കെയാണ് നോക്കുന്നത്. ഓക്കെ, യെസ്. ആഫ്റ്റർ an hours ഓഫ് വെയിറ്റ് ഗ്രാനീസ് ടേൺ കെയിം. അങ്ങനെ കുറേ മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്തിട്ട് എന്താണ് നമ്മുടെ ഗ്രാനിയുടെ ആ ഒരു നമ്പർ വിളിച്ചു. അപ്പോഴോ ദ ഡോക്ടർ ടുക്ക് ദ വൺ ഹൊറിഫൈഡ്
Okay, the doctor took one horrified look at Granny's glasses and dropped them in waste basket. അപ്പോൾ ഡോക്ടർ നോക്കുന്നുണ്ടോ, ഇങ്ങനെ ഞെട്ടി നോക്കുകയാണ്. ഈ കണ്ണട നോക്കിയിട്ട് ഡോക്ടർ എന്ത് ചെയ്തു, ഗ്രാനീൻ്റെ കണ്ണെടുത്തിട്ട് വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇട്ടു. Then he fished them out. Fish them out എന്ന് പറഞ്ഞാൽ ഉള്ളെടുത്തുനിന്ന് വീണ്ടും എടുക്കുന്നതിനെയാണ് fish them out എന്ന് പറയാം കേട്ടോ. Then he fished them out and placed them on his desk. എന്നിട്ട് എന്ത് ചെയ്തു, വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്ന് വീണ്ടും കണ്ണട എടുത്തിട്ട് എവിടേക്ക് വെച്ചു, ടേബിളിൽ വെച്ചു. One second thought, ഒരു നിമിഷം അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചിട്ട് എന്താ പറഞ്ഞത്, ഐ തിങ്ക് ഐ വിൽ സെൻഡ് ദം ടു എ മ്യൂസിയം. ഇത് ഇതൊരു പുരാതന വസ്തു, ഡോക്ടർ കളിയാക്കി കൊണ്ട് പറയാം, നമുക്കിത് എന്ത് ചെയ്യണം, മ്യൂസിയത്തിൽ കൊണ്ട് വെക്കണം, ഇതൊരു പുരാതന വസ്തു എന്നാ പറയണേ. യു ഷുഡ് ഹാവ് ചേഞ്ച് യുവർ ഗ്ലാസസ് ഇയേഴ്സ് എഗോ. നിങ്ങളിത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗ്ലാസ് മാറ്റേണ്ടിയിരുന്നതാണ്, നിങ്ങൾ ഇത്രയും കാലമായിട്ട് മാറ്റിയിട്ടില്ല. യു ഹാവ് പ്രോബബ്ലി ഡൺ മോർ ഹാം ദാൻ ഗുഡ്. അതായത് കണ്ണട എപ്പോഴാണ് നമ്മൾ വെക്കുക, നമ്മുടെ കണ്ണിന് കാഴ്ചക്കുറവ് ഉണ്ടാകുമ്പോൾ നല്ലതിന് വേണ്ടിയിട്ടാണ് വെക്കുക. പക്ഷെ നിങ്ങൾ ഈ എത്രയും വർഷങ്ങളായിട്ട് ഈ കണ്ണട മാറ്റാത്തതുകൊണ്ട് നിങ്ങളിപ്പോൾ നല്ലതിനേക്കാൾ ദോഷമാണ് വരുത്തി വെച്ചിരിക്കുന്നത് എന്നാണ് ഡോക്ടർ പറയുന്നത്. ഡോക്ടർ നാനീനെ എങ്ങനെയാണ് കളിയാക്കിയത്, ഇത് നമ്മൾ മ്യൂസിയത്തിൽ അയക്കണം എന്ന് പറഞ്ഞിട്ടാണ് കളിയാക്കിയത്. ഓക്കെ, കുറച്ച് കഴിഞ്ഞാൽ ഗ്രാനി ഡോക്ടറെയും കളിയാക്കും, നോക്കിക്കോട്ടോ. He examined Granny's eyes and said, അപ്പോൾ ഡോക്ടർ നല്ലപോലെ ഗ്രാനീൻ്റെ കണ്ണൊക്കെ പരിശോധിച്ചു. യുവർ ഐസ് ആർ വെരി വീക്ക്, കണ്ണ് ഭയങ്കര വീക്കായിട്ടാണുള്ളത്. ബട്ട് യു ആർ നോട്ട് ഗോൺ ബ്ലൈൻഡ്, അല്ലേ, നിങ്ങൾ ബ്ലൈൻഡ് ഒന്നും ആവാൻ പോകുന്നില്ല, അന്ധയൊന്നും ആവാൻ പോകുന്നില്ല, പക്ഷേ കണ്ണ് ഭയങ്കര വീക്കായിട്ടാണുള്ളത്. വി വിൽ ഫിറ്റ് യു അപ്പ് വിത്ത് എ സ്ട്രോങ് പെയർ ഓഫ് ഗ്ലാസസ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല പവറുള്ള ഒരു ഗ്ലാസ്സൊക്കെ തന്നിട്ട് നല്ല കാഴ്ച ഉള്ള ആളാക്കി തരാമെന്ന് പറഞ്ഞു. Then he placed her in front of a board covered with letters in English and Hindi, large and small, and asked the granny if she could make them out. അതായത് നമ്മൾ കണ്ണ് പരിശോധിക്കാൻ പോയാൽ എന്തുണ്ടാകും, വലിയ ലെറ്റേഴ്സ് മുതൽ സ്മോൾ ലെറ്റേഴ്സ് വരെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഗ്രാനീനെ അതിൻ്റെ മുന്നിൽ ഇരുത്തിയിട്ട് പറഞ്ഞു, ഇത് വായിക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, സ്മോൾ ലെറ്റേഴ്സും ബിഗ് ലെറ്റേഴ്സും ഹിന്ദിയിലും ഇംഗ്ലീഷിലൊക്കെ എഴുതിയതുണ്ട്, അത് വായിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പോഴോ ഐ കാണ്ട് ഈവൻ സീ ദ ബോർഡ്, എനിക്ക് ആ ബോർഡ് പോലും കാണുന്നില്ല, പിന്നല്ലേ ലെറ്റേഴ്സ്, സെഡ് ഗ്രാനി. വെൽ ക്യാൻ യു സീ മീ. അപ്പോൾ ഗ്രാനി എന്താ പറഞ്ഞത്, എനിക്ക് ആ ബോർഡ് പോലും കാണുന്നില്ല, പിന്നല്ലേ ലെറ്റേഴ്സ്. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ, ആസ്ക് ദ ഡോക്ടർ. സം ഓഫ് യു, കുറച്ചൊക്കെ കാണാൻ പറ്റുന്നുണ്ട്, സെഡ് ഗ്രാനി. ഐ വോണ്ട് യു ടു സീ ഓൾ ഓഫ് മീ, എനിക്ക് നിങ്ങളെ കുറച്ചല്ല കാണേണ്ടത്, നിങ്ങളെല്ലാം കാണണം, ആ രീതിയിൽ നിങ്ങളെ ഞാൻ മാറ്റും എന്നാണ് ഡോക്ടർ പറയണേ, സെഡ് ദി ഡോക്ടർ. And he balanced a wire frame on Granny's nose and began trying out different lenses. അതായത് നിങ്ങൾ ഈ കണ്ണ് കാണിക്കാനുള്ള ഡോക്ടറെ അടുത്ത് പോയാൽ അവർ മുന്നിൽ എന്തെങ്കിലും ഒരു സാധനം വെക്കും, എന്നിട്ട് ഇങ്ങനെ ലെൻസ് മാറ്റി ഇടും, നമുക്ക് പറ്റിയ ലെൻസ് ഏതാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു വയേർഡ് സാധനം ഇങ്ങനെ കണ്ണിൻ്റെ മുന്നിൽ വെച്ചു, എന്നിട്ട് ലെൻസ് മാറ്റി നോക്കുകയാണ് എപ്പോഴാണ് ഗ്രാനിക്ക് കാണാൻ പറ്റുന്നതെന്ന് അറിയാൻ. ഓക്കെ, സഡൻലി ഗ്രാനി കുഡ് സീ മച്ച് ബെറ്റർ. അപ്പോൾ പെട്ടെന്ന് ഗ്രാനിക്ക് എന്താണ്, നല്ല രീതിയിൽ കാണാൻ പറ്റി. കണ്ടോ, ഗ്രാനീൻ്റെ മുഖം നോക്ക്, ഭയങ്കര ഹാപ്പിയായി. ഷീ സോ ദ ബോർഡ് ആൻഡ് ദ ബിഗ്ഗസ്റ്റ് ലെറ്റേഴ്സ് ഓൺ ഇറ്റ്. അല്ലേ, നേരത്തെ എന്താ പറഞ്ഞത്, എനിക്ക് ആ ബോർഡ് പോലും കാണാൻ പറ്റുന്നില്ല. ഇപ്പം ഗ്രാനിക്ക് ബോർഡും കാണാൻ പറ്റുന്നുണ്ട്, വലിയ ലെറ്റേഴ്സും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, ക്യാൻ യു സീ നൗ, ഇപ്പം കാണാൻ പറ്റുന്നുണ്ടോ, അല്ലേ, ക്യാൻ യു സീ മീ നൗ, എന്നെ ഇപ്പം കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചു. ആസ്ക് ദ ഡോക്ടർ. മോസ്റ്റ് ഓഫ് യു, ഏറെക്കുറെ, അല്ലേ, നേരത്തെ എന്താ പറഞ്ഞേ, കുറച്ച്, ഇപ്പോഴോ ഏറെക്കുറെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്, സെഡ് ഗ്രാനി. ആൻഡ് ദെൻ ആഡഡ് ബൈ എ വേ ബീങ് ഹെൽപ്ഫുൾ, അല്ലേ, കുറച്ച് നന്ദിയോട് കൂടിയിട്ട് പറഞ്ഞു, ദർ ഇസ് ക്വൈറ്റ് എ ലോട്ട് ഓഫ് യു ടു സീ. ഇപ്പം എന്താണ്, നിന്നെ കുറേ കാണുന്നുണ്ട്, നേരത്തെ കുറച്ച് കണ്ടതിൽ നിന്ന് ഇപ്പം എന്താണ്, കുറേയൊക്കെ കാണുന്നുണ്ട്. ഒരു താങ്ക്സ് നോട്ട് ആഡ് ചെയ്തതുപോലെ ഗ്രാനി പറഞ്ഞു. താങ്ക് യു സെഡ് ദ ഡോക്ടർ. അപ്പോൾ ഡോക്ടറിന് സന്തോഷമായി, ഗ്രാനിക്ക് ഇപ്പോൾ കുറേയൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ, നേരത്തെ കുറച്ച്, ഇപ്പം ഏറെക്കുറെ കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് നൗ ടേൺ അറൗണ്ട് ആൻഡ് ടെൽ മീ ഇഫ് യു ക്യാൻ സീ യുവർ ഗ്രാൻഡ് സൺ. അപ്പോൾ ഡോക്ടറെ കാണാൻ പറ്റുന്നുണ്ട്, ബോർഡ് കാണാൻ പറ്റുന്നുണ്ട്, ലെറ്റേഴ്സ് കാണാൻ പറ്റുന്നുണ്ട്. ഇനി തിരിഞ്ഞു നിന്നിട്ടൊന്ന് നോക്കിയേ, നിങ്ങളുടെ പേരക്കുട്ടീനെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഓക്കെ, ഗ്രാനി ടേൺ ആൻഡ് സോ മണി ക്ലിയർലി ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ മെനി ഇയേഴ്സ്. അപ്പോൾ 10 വർഷമായിട്ട് കണ്ണട മാറ്റാത്ത ഗ്രാനിയാണ് കുറേ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് മണീനെ നല്ല പോലെ കാണുന്നത്. മണി, ഷീ എക്സ്ക്ലെയിംഡ്. അപ്പോൾ നാനിക്കെന്താ ഭയങ്കര സന്തോഷമായി, സന്തോഷം കൊണ്ട് മണീന്ന് വിളിക്കുകയാണ്. ക്ലാപ്പിംഗ് ഹെർ ഹാൻഡ്സ് വിത്ത് ജോയ്. നോക്കിക്കേ, എന്തൊരു അടിപൊളി പിക്ചറാണ് അല്ലേ, മണീനെ കണ്ട സന്തോഷത്തിൽ മണി എന്ന് പറഞ്ഞ് ഇങ്ങനെ ക്ലാപ്പ് ചെയ്യാണ്.
ഹൗ നൈസ് യു ലുക്ക്, നിന്നെ കാണാൻ എന്ത് അടിപൊളിയാ, വാട്ട് എ ഫൈൻ ബോയ് ഐ ഹാവ് ബ്രോട്ട് അപ്പ്, ഞാൻ എത്ര നല്ല കുട്ടീനെയാണ് വളർത്തിയെടുത്തത് എന്ന് ഗ്രാനി പറയാം. ബട്ട് യു ഡു നീഡ് എ ഹെയർ കട്ട്, പക്ഷെ നീ നിന്റെ മുടി വെട്ടാറായിട്ടുണ്ട്. ആൻഡ് എ വാഷ്, ഒന്ന് കുളിക്കണം. ആൻഡ് ബട്ടൺസ് ഓൺ യുവർ ഷർട്ട്, അല്ലേ എന്ത് ചെയ്യണം, ബട്ടൺസ് ഒക്കെ ഇട്ട് നീ ഒരു സുന്ദര കുട്ടപ്പൻ ആവാനുണ്ട്. ആൻഡ് എ ന്യൂ പെയർ ഓഫ് ഷൂസ്, നിനക്ക് എന്ത് വാങ്ങണം, ഒരു പുതിയ ഷൂസ് വാങ്ങണം. കം അലോങ് ടു ദ ബാസാർ, വാ നമുക്ക് കടയിൽ പോവാം, ഇതെല്ലാം വാങ്ങിക്കാം എന്നാണ് പറയുന്നത്. കഴിയാറായിട്ട് ഇതൊരു വലിയ ചാപ്റ്ററാണ് മക്കളെ, അതുകൊണ്ടാണ്. അപ്പോൾ ഗ്രാനി പറഞ്ഞു നമുക്ക് വാ, നിന്റെ മുടി വെട്ടിക്കണം, നിനക്ക് ഷർട്ട് ഇടണം, ഷൂസ് വാങ്ങിക്കണം, നമുക്ക് കടയിൽ പോവാന്ന് പറഞ്ഞപ്പോൾ എന്താ പറയണത്, ഫസ്റ്റ് ഹാവ് യുവർ ഗ്ലാസസ് മെയ്ഡ്, ആദ്യം മുത്തശ്ശീൻ്റെ കണ്ണട ഉണ്ടാക്കുക, എന്നിട്ട് നമുക്ക് പോകാം. സെഡ് മണി ലാഫിങ്, അല്ലേ. ദെൻ വി വിൽ ഗോ ഷോപ്പിംഗ്, അപ്പം മുത്തശ്ശിയുടെ കണ്ണട റെഡിയായി കഴിഞ്ഞാൽ നമുക്ക് ഷോപ്പിങ്ങിന് പോവാം. A day later, they were in a bus again. അപ്പോൾ അവരെന്ത് ചെയ്തു, അവർ കണ്ണടയൊക്കെ മാറ്റി, അടുത്ത ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് അടുത്ത ദിവസം അവർ വീണ്ടും ബസ്സിലെത്തി. ഗ്രാനി ഹാഡ് എ വിൻഡോ സീറ്റ്, അപ്പോൾ ഗ്രാനിക്ക് കുറേ കാലത്തിന് ശേഷമാണ് മക്കളെ കാഴ്ച കിട്ടിയത്, ഇത്രയും കാലം ഗ്രാനി ആക്ച്വലി ഒന്നും കണ്ടിട്ടില്ല. ആൻഡ് മണി സാറ്റ് ബിസൈഡ് ഹെർ, മണി എന്ത് ചെയ്തു, ഗ്രാനിയുടെ തൊട്ടടുത്തിരുന്നു. He had new shoes and Granny had a new umbrella. അപ്പോൾ മണിക്ക് പുതിയ ഷൂ കിട്ടി, ഗ്രാനിക്ക് പുതിയ അംബ്രല്ല കിട്ടി. പിന്നെയോ they had also bought thick woolen Tibetan pullover for Mani's father. മണിയുടെ അച്ഛനൊരു ടിബറ്റൻ പുള്ളോവർ ഒക്കെ വാങ്ങി. ആൻഡ് സീഡ് വാങ്ങി, ബൾബ് വാങ്ങി, കൗബെല്ല് വാങ്ങി, എന്തൊക്കെയാണോ വാങ്ങണമെന്ന് വിചാരിച്ചത് അതൊക്കെ വാങ്ങി. ഓക്കെ, ഇത് ലാസ്റ്റ് ആണേ, ഇതോടുകൂടി കഴിഞ്ഞു. As the bus moved off, അങ്ങനെ ബസ് എടുക്കാൻ തുടങ്ങിയപ്പോൾ ഗ്രാനി ലുക്ക്ഡ് ഈഗർലി ഔട്ട് ഓഫ് ദ വിൻഡോ. ഗ്രാനി ഇതൊക്കെ കുറേ കാലത്തിന് ശേഷം ആദ്യമായിട്ടാണ് കാണുന്നത്, കാരണം കാഴ്ച ഉണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ കണ്ണട മാറ്റിയപ്പോഴാണ് കാണുന്നത്. അപ്പോൾ ഗ്രാനി വിൻഡോയിലൂടെ പല കാര്യങ്ങൾ നോക്കി കാണാം. ഷീ കുഡ് സീ മെനി തിങ്സ് that she hadn't seen for a long time. കുറേ കാലമായിട്ട് കാണാത്ത പല കാര്യങ്ങളും ഗ്രാനി ഇപ്പോൾ കണ്ടു. ഡിസ്റ്റൻറ്റ് വില്ലേജസ്, ദൂരെയുള്ള ഗ്രാമങ്ങൾ കണ്ടു. പീപ്പിൾ വർക്കിംഗ് ഇൻ ദ ഫീൽഡ്, പാടത്ത് പണിയെടുക്കുന്ന ആൾക്കാരെ കണ്ടു. പാൽക്കാരനെ കണ്ടു. റോഡ് കണ്ടു. 2 dogs റഷിങ് അലോങ് ബിസൈഡ് ദ ബസ്, ബസ്സിന് പിന്നാലെ 2 പട്ടികൾ ഓടി വരുന്നത് കണ്ടു. മങ്കീസ് ഇൻ ദ ട്രീസ്, മരത്തിന് മുകളിൽ കുരങ്ങന്മാരെ കണ്ടു. മോസ്റ്റ് വണ്ടർഫുൾ ഓഫ് ഓൾ റെയിൻബോ ഇൻ ദ സ്കൈ, ഇതിലെല്ലാം ഏറ്റവും മനോഹരമായത് ആകാശത്ത് മഴവില്ല് കണ്ടു. Okay, she couldn't see perfectly, of course, but she was very pleased with the improvement. ഫുൾ നമ്മളൊക്കെ കാണുന്ന പോലെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല, പക്ഷെ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, പണ്ടത്തതിനെ വെച്ച് നോക്കുമ്പോൾ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. മണി വാച്ച് ഫോർ എ ടൈം ആൻഡ് ലിസൺ ടു ഹെർ എക്സൈറ്റഡ് ചാറ്റർ. അപ്പോൾ ഒരാളിങ്ങനെ ഹായ് അത് കണ്ടോ ഇത് കണ്ടോ എന്നെല്ലാം പറയണത് മണി ഇങ്ങനെ കേട്ടിരിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പം ദെൻ ഹിസ് ഹെഡ് ബിഗാൻ ടു നോഡ്, ഇങ്ങനെ തലയാടാൻ തുടങ്ങി. ഉറങ്ങിയിട്ട് ഇങ്ങനെ നോഡ് ചെയ്യാന്ന് പറഞ്ഞാൽ തലയാടുക. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ മണിയുടെ തല ഇങ്ങനെ ആടാൻ തുടങ്ങി. ഈ ഡ്രോപ്ഡ് എഗെയിൻസ്റ്റ് ഗ്രാനി ഷോൾഡർ, കണ്ടോ പാവം കൊച്ച് ഗ്രാനിയുടെ ഷോൾഡറിൽ കിടന്ന് ഇങ്ങനെ ഉറങ്ങി. ഓക്കെ, ആൻഡ് റിമെയിൻ ദർ, അവിടെ തന്നെ കിടന്നുറങ്ങി. കംഫർട്ടബിളി സപ്പോർട്ടഡ്. ദ ബസ് സ്വേർവ്ഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്പീഡിൽ തിരിയുന്നതിനാണ് പറയുക കേട്ടോ. സഡൻലി ചേഞ്ച് ഡയറക്ഷൻ വൈൽ മൂവിങ്, പെട്ടെന്ന് ഇങ്ങനെ പോയി ബസ് ഇങ്ങനെ വളയില്ലേ, അതിനെയാണ് സ്വേർവ്ഡ് എന്ന് പറയാം. ആൻഡ് ജോൾട്ടഡ് അലോങ് ദ വിൻഡിങ് മൗണ്ടെയിൻ റോഡ്. ജോൾട്ടഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര റഫായിട്ടും പെട്ടെന്ന് ഇങ്ങനെ മൂവ് ചെയ്യുന്നതിന്. അപ്പം അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ട്രക്കിങ്ങിന് പോകുന്ന പോലത്തെ വഴിയാണ്. ആ വഴിയിലൂടെ ബസ് ഇങ്ങനെ ഇളകി ഇങ്ങനെ പോവാണ്. ബട്ട് മണി വാസ് ഫാസ്റ്റ് അസ്ലീപ്, മണി നല്ല സുഖമായിട്ട് ഉറങ്ങുകയാണ്. അപ്പം നമ്മുടെ മുത്തശ്ശി കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതോടുകൂടി നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. ആരാ എഴുതിയത്? റസ്കിൻ ബോണ്ട് എന്ന് പറയുന്ന ഒരു റൈറ്ററുടെ ആണിത്. ഓക്കെ, അദ്ദേഹം ജനിച്ചത് ഹിമാചൽ പ്രദേശിലെ കസൗലി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഫോർ ഓവർ 15 years Bond has experimented with different genre of writing, include novel ഉണ്ട്, short story ഉണ്ട്, memoirs ഉണ്ട്. His notable work ഏതൊക്കെയാ മക്കളെ? The Room on the Roof, A Tree Still Grow in Dara, A Flight of Pigeons, The Blue Umbrella, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്കാണ്. പിന്നെ അദ്ദേഹത്തിന് എന്തൊക്കെ അവാർഡ് കിട്ടിയിട്ടുണ്ട് നോക്കിക്കേ. ലിവിലിൻ റൈസ് പ്രൈസ് ഇൻ 1957, സാഹിത്യ അക്കാദമി അവാർഡ്, പത്മശ്രീ കിട്ടിയിട്ടുണ്ട്, പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ട്. ഭയങ്കര വലിയ ആളാണ്. ഓക്കെ, യെസ്. അപ്പോൾ അതോട് കൂടിയിട്ട് നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായോ ഈ ചാപ്റ്റർ?
സൂപ്പർ സ്റ്റോറി. ഇത് കുറച്ച് വലിയ സ്റ്റോറിയാണ്, അതിൻ്റെ ഒരു ലാഗ് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ എന്നാലും ഇടയ്ക്ക് നെറ്റ്വർക്ക് പോയപ്പോഴും സ്റ്റക്ക് ആയപ്പോഴും ഒക്കെ മൈക്കിന് പ്രശ്നം ഉണ്ടായപ്പോഴൊക്കെ നിങ്ങൾ ഇവിടെ തന്നെ ആൾക്കാരുടെ എണ്ണം ഒന്നും കുറയാതെ ഇവിടെ തന്നെ പിടിച്ചിരുന്നതിൽ താങ്ക് യു സോ മച്ച്. ആൻഡ് നിങ്ങളുടെ കൂടെയുള്ള മിസ്സിൻ്റെ ഫസ്റ്റ് ക്ലാസ്സാണിത്. അതിൽ മിസ് ഭയങ്കര ഹാപ്പിയാണ്, നല്ലൊരു മെമ്മറി തന്നതിന് താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇതേപോലെ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സിലൊക്കെ ആയിട്ട് കാണും. ആൻഡ് ലൈവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായോ, മനസ്സിലായോ, നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് എൻ്റെ മക്കളൊന്ന് കമൻറ്റ് ചെയ്യാം. ആൻഡ് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യനും കൂടെ തരട്ടെ. മിസ് അങ്ങനെ പാട്ട് പാടാറില്ല മക്കളെ, നിങ്ങൾ എന്തിനാ വെറുതെ ഓടിപ്പോണേ? നിങ്ങൾ നെറ്റ് പോയിട്ടും എയർ സെർവറിൻ്റെ പ്രശ്നം ഉണ്ടായിട്ട് നിങ്ങൾ ഇവിടെ ഇരുന്നു, പക്ഷെ മിസ് പാടിയാൽ ചിലപ്പോൾ നിങ്ങൾ ഓടും. ഇഷ്ടമായോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ എൻ്റെ കുട്ടികൾക്ക് കമൻറ്റ് ചെയ്യാനുള്ള ഒരു സിമ്പിൾ കാര്യം, വാട്ട് വാസ് ഗ്രാനീസ് റിയാക്ഷൻ വെൻ ഷീ സോ മണി ക്ലിയർലി? കണ്ണടയൊക്കെ മാറ്റിയതിന് ശേഷം മണീനെ കണ്ടപ്പോൾ എന്തായിരുന്നു ഗ്രാനിയുടെ റിയാക്ഷൻ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായോ, മനസ്സിലായോ, എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഒരു ചാപ്റ്ററിൽ കാണാം. ഇത് ഇച്ചിരി ഒരു വലുതായതിൻ്റെ ഒരു ലാഗായിരുന്നു, എന്നാലും നിങ്ങൾ ഇത്രയും നേരം പോകാതെ പിടിച്ചിരുന്നതിന് താങ്ക് യു സോ മച്ച്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.